നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പിണറായിസത്തിന് അറുതി വരുത്താൻ CPM-ൽ നിന്ന് ചെല്ലും ചെലവും കൊടുത്തുവിട്ട ആയുധമായിരുന്നു PV അൻവർ. പറഞ്ഞുവിട്ടവർ മുഖ്യമന്ത്രിയെ പേടിച്ച് കണ്ടം വഴി ഓടിയെന്നാണ് അൻവർ പറയുന്നത്. എന്തായാലും CPM-ലും സർക്കാരിലും ഭരണത്തിലും എന്താണ് നടക്കുന്നതെന്ന് അൻവറിലൂടെ ജനങ്ങൾക്ക് മനസ്സിലായി. VD സതീശിനെതിരായി അഴിമതി ഉന്നയിക്കാൻ P ശശി നിർദ്ദേശിച്ചു അത്രേ. സതീശിനോട് സമസ്താപരാധവും പറഞ്ഞ് UDF-ൽ അഭയം കിട്ടാൻ പൂഴിക്കടകൻ പയറ്റുകയാണ് ഇനി മണ്ഡലമില്ലാത്ത അൻവർ. അതിന് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത് എന്തിനാണാവോ? UDF-ന് നിലമ്പൂരിൽ പിന്തുണയെന്ന് പറയുമ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അൻവർ തന്നെ നിർദ്ദേശിക്കുന്നു. ഇരിക്കുന്നതിന് മുൻപ് കാല് നീട്ടുന്ന അൻവറിന് ഇടം കൊടുത്താൽ എന്താകുമെന്ന് UDF നേതാക്കൾക്ക് അറിയാമല്ലോ. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ മോഹൻ വർഗീസ്, കോൺഗ്രസ് നേതാവ് ശ്രീ VR അനൂപ്, CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, അൻവറിന്റെ പാർട്ടിയുടെ നേതാവായ ശ്രീ ഹംസ പാറക്കാട്ട്, BJP നേതാവ് ശ്രീ P കൃഷ്ണദാസ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, PV അൻവർ ഇപ്പോൾ MLA അല്ലാതായി മാറിയിരിക്കുകയാണ്. അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു. പക്ഷേ അദ്ദേഹം UDF-ലേക്ക് കയറുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. അതിനുവേണ്ടി VD സതീശിനെതിരെ നേരത്തെ ഉന്നയിച്ച ആരോപണം അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് മാപ്പപേക്ഷയും അദ്ദേഹം നൽകിയിരിക്കുകയാണ്. ആ മാപ്പപേക്ഷ സ്വീകരിച്ചിരിക്കുകയാണ് VD സതീശൻ. പക്ഷേ അൻവറിനെ വിശ്വസിക്കണോ UDF? അൻവർ ഒരു പ്രതിഭാസം തന്നെയാണ്. അൻവർ ഒരുപക്ഷെ അറബിയും ഒട്ടകവും കഥയിലെ ഒട്ടകത്തിന് തലവെക്കാൻ സ്ഥലം കൊടുത്ത അറബിയുടെ അവസ്ഥയിലാണ് അൻവറിന് ഇടം കൊടുക്കുന്നവരെല്ലാം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു കാര്യമല്ല. അൻവർ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. അതുകൊണ്ട് അൻവറിനെ എത്രത്തോളം വിശ്വസിക്കാം? അൻവർ നേരിട്ട് സ്വന്തം വാഗ്വിലാസത്തിൽ മാത്രം കാര്യങ്ങൾ ചെയ്യുകയാണോ, അതോ ആരുടെയെങ്കിലും ഏജന്റായി കാര്യങ്ങൾ നടത്തിയെടുക്കുകയാണോ എന്ന ഒരു സംശയം കുറെ കാലമായിട്ട് ബലപ്പെട്ടിട്ടുണ്ട്. അൻവർ തന്നെ ഇപ്പോൾ സമ്മതിക്കുകയാണല്ലോ അൻവറിനെ പറഞ്ഞു വിട്ടതാണ് എന്ന്. അത് CPM-ൽ പിണറായി വിജയനെതിരെയുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടായിരുന്നുവെന്ന് അത് അൻവർ തന്നെ സമ്മതിക്കുന്നു. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയമാണിത്, ഈ അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ച സമയത്ത്. പക്ഷെ അൻവർ ഇപ്പോൾ അത് തന്നെ പറയുകയാണ്, പിണറായി വിജയനെതിരെയുള്ള ഒരു നീക്കമായിരുന്നു, അത് വെളിയിൽ നിന്നല്ല പാർട്ടിയിൽ നിന്ന്. അതിന് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാകും. പാർട്ടിക്കുള്ളിൽ തന്നെ ആഴത്തിലുള്ള വിഭാഗീയതയൊക്കെ പരമാവധി മൂടി വെക്കുന്ന ഒരു കാലഘട്ടമാണിത്. മുൻപുണ്ടായിരുന്ന അച്യുതാനന്ദൻ, അതുപോലെ പിണറായി അച്യുതാനന്ദൻ, രണ്ട് പേരും മുഖാമുഖം നിന്ന ഒരു വിഭാഗീയതയുടെ കാലഘട്ടം അവസാനിച്ച് ഇപ്പോൾ ഏകപക്ഷീയമായി പിണറായി യുഗത്തിലാണ് ഇപ്പോൾ CPM. അവിടെ ഒളിഞ്ഞു മാത്രമേ, തെളിഞ്ഞൊന്നും ചെയ്യാനാവില്ല, ഒളിഞ്ഞു മാത്രമേ വെട്ടാൻ സാധിക്കൂ. അങ്ങനെ ഒളിവെട്ടിനായി ഉപയോഗിച്ച ഒരു വജ്രായുധം, ആ വജ്രായുധം തന്നെ നേരെ തിരിഞ്ഞിരിക്കുന്നു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനുള്ളിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വലിയ തോതിലുള്ള ചലനങ്ങൾ, അതായിരിക്കും ഒരു പക്ഷേ പ്രധാന വാർത്ത. പക്ഷേ ഞാൻ പറയട്ടെ, ഇപ്പോൾ PV അൻവർ ഇങ്ങനെ കാര്യങ്ങൾ മാറ്റി മാറ്റി പറയുന്നത് കൊണ്ട് അൻവർ ആദ്യം ഉന്നയിച്ച ആ ആരോപണം, പിണറായി വിജയൻ സർക്കാരിനെതിരെ നടത്തിയ കുറേയേറെ കാര്യങ്ങൾ, ഇപ്പോൾ MR അജിത് കുമാറിന് സർക്കാരിലും മുഖ്യമന്ത്രിയിലുമുള്ള സ്വാധീനം, അതുപോലെ തൃശ്ശൂർ പൂരം കലക്കിയ സംഭവം, സ്വർണ്ണക്കടത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അങ്ങനെ പോലീസിനെതിരെ ഉന്നയിച്ച നിരവധി കാര്യങ്ങൾ, അത് സ്വാഭാവികമായിട്ടും ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിക്കൂട്ടിൽ നിർത്തുവാൻ കഴിയുന്നതായിരുന്നു. അതിൻ്റെ മെറിറ്റ് നഷ്ടമായിട്ടുണ്ടോ? കാരണം അത് പാർട്ടിയിൽ നിന്ന് തന്നെ പാർട്ടി നേതാക്കളുടെ അറിവോടെ പുറത്തു വന്ന കാര്യമാണെന്ന് പറയുമ്പോൾ എന്താണ് സർക്കാരിലും പാർട്ടിയിലും ഭരണത്തിലും പോലീസിലും സംഭവിക്കുന്നത് എന്ന കാര്യം വെളിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയിലെ ഒരു വിഭാഗം, അത് പിണറായിസത്തിനെ ചോദ്യം ചെയ്യുന്നവരാണ്. അപ്പോൾ ഇത് മെറിറ്റുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അൻവറിന് തൻ്റെ റോൾ പൂർത്തിയാക്കുവാൻ കഴിഞ്ഞില്ല. കാരണം കൂടെ നിന്നവർ കണ്ടം വഴി ഓടിയെന്നാണ്. ഈ വിഷയത്തിൻ്റെ മെറിറ്റ് വളരെ നിസ്സംശയം പറയാവുന്നത് കൊണ്ടാണ് കേരള ജനത പൂർണ്ണമായി അൻവറിന് കാതോർത്തത്. അതുകൊണ്ടാണ്. പക്ഷേ ഇതിനെ ഒരു ലോജിക്കൽ കൺക്ലൂഷനിൽ എത്തിച്ചു നിർത്തുന്നതിന് അൻവറിന് കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മിടുക്ക്, അത് പിണറായിയുടെ മിടുക്കാണ്. കാരണം ഇവിടെ സംവിധാനത്തെ നയിക്കാൻ, പോലീസിനെയും രഹസ്യാന്വേഷണ സംവിധാനത്തെയും നയിക്കാൻ ഭരണകൂടത്തിന് സാധിക്കും. ഇതറിയാത്തവരല്ല, അൻവറിനെ ഇളക്കി വിട്ടവർക്ക് ഇതറിയാത്തവരല്ല. പക്ഷേ ആ സമയത്ത് അൻവർ അവരെ വിശ്വസിച്ചു, കണ്ണുമടച്ച് വിശ്വസിച്ചു എന്നതാണ് അൻവറിൻ്റെ ഭാഗത്തുള്ള ഒരു പരാജയം. അതുമാത്രമല്ല, ഒരേ സമയം തന്നെ പല യുദ്ധങ്ങൾ ചെയ്യാൻ അൻവർ മുതിരുമ്പോഴാണ് അൻവറിൻ്റെ ഒരു രാഷ്ട്രീയ പക്വത ചോദ്യം ചെയ്യപ്പെടുന്നത്. ആദ്യം അൻവർ പറഞ്ഞത് ആളുകൾ കാതോർത്ത് കേട്ടു. കാരണം
ആളുകൾ എന്താണ് കേൾക്കാൻ ആഗ്രഹിച്ചത്, ഒരുപക്ഷെ ഭരണവിരുദ്ധ വികാരം നെഞ്ചിലേറ്റിയ ആളുകൾ എന്താണോ ആഗ്രഹിച്ചത് അത് പ്രതിപക്ഷ നേതാവിൻ്റെ ശബ്ദത്തേക്കാൾ ഉയർന്നു നിൽക്കുന്ന ശബ്ദത്തിൽ അൻവറിൽ നിന്ന് കേട്ടപ്പോൾ അവരുടെ കാതുകൾക്ക് അത് ഇമ്പമായി. അപ്പോൾ അവിടെ അൻവറിൻ്റെ പുതിയ പുതിയ ഓരോ പത്രസമ്മേളനം വിളിക്കുമ്പോഴും, ദീർഘമായ സമ്മേളനങ്ങളാണ് കേട്ടോ, ഇതെല്ലാം കാതിലുള്ള വിഷയങ്ങളാണ് ഓരോ ദിവസവും വരുന്നത്. പിന്നെ അൻവറിന് പുതുമ നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടപ്പെടുന്ന സമയത്താണ് അൻവർ തൻ്റെ തട്ടകം കുറച്ചുകൂടെ മാറ്റി പിടിക്കുന്നത്. അങ്ങനെയാണ് അൻവർ ഒരു മുസ്ലിം ഫേസ് എന്നുള്ള നിലയിൽ നിന്നും മധ്യവർഗത്തിൻ്റെ അല്ലെങ്കിൽ അടിസ്ഥാന വർഗത്തിൻ്റെ ഒരു പോരാട്ട വീര്യം എന്ന നിലയിൽ നിന്നും മലയോര കർഷകരുടെ പ്രതിനിധിയായി മലയോരത്തെ, പ്രത്യേകിച്ച് കുടിയേറ്റ മേഖലയിലെ ക്രൈസ്തവരും മുസ്ലിങ്ങളും അടങ്ങുന്ന കുടിയേറ്റ മേഖലയിലെ ജനങ്ങൾ, വന്യജീവികളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം, ഇതുപോലെയുള്ള വിഷയങ്ങൾ ഒരു ആഫ്റ്റർ തോട്ട് എന്നുള്ള നിലയിൽ അൻവർ എടുക്കുന്നത് അതുകൊണ്ടാണ്. അത് മാത്രമല്ല അത് അൻവറിന് രാഷ്ട്രീയമായി ഗുണം ചെയ്യുന്നതിന് വേണ്ടിയാണ്. അടുത്ത തട്ടകം ഏതാണ് എന്ന് അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞു, അങ്ങോട്ട് പോകുവാനുള്ള ഒരു തന്ത്രമാണ്. ശ്രീ VR അനൂപ്, ഈ PV അൻവറിനെ UDF വിശ്വസിക്കണോ വേണ്ടയോ? UDF നേതാക്കൾക്ക് ഇപ്പോഴും ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പല നേതാക്കളും പല രീതിയിലുള്ള ചിന്തകളാണ് പുലർത്തുന്നത് എന്നായിരിക്കുമല്ലോ. അങ്ങനെയാണ്, കാരണം ഇതൊരു ഏക അഭിപ്രായം UDF-നോ കോൺഗ്രസിനോ ഒന്നും കിട്ടുന്നില്ല PV അൻവറിനെ എടുക്കണോ വേണ്ടയോ എന്ന്. അതുമാത്രമല്ല, നിലമ്പൂരിൽ ഇനി മത്സരിക്കുന്നില്ല എന്ന് PV അൻവർ പറയുന്നുണ്ട്. അതായത് ബൈ ഇലക്ഷൻ വരുമ്പോൾ PV അൻവർ ആയിരിക്കില്ല മത്സരിക്കുന്നത്. പക്ഷേ അവിടെ അദ്ദേഹം UDF-ന് പിന്തുണ നൽകുമ്പോഴും UDF-ന്റെ സ്ഥാനാർത്ഥി ആരാണ് എന്ന കാര്യത്തിൽ അൻവർ ഒരു പേര് നിർദ്ദേശിക്കുകയാണ്. VS ജോയി ആയിരിക്കണം, കാരണം നേരത്തെ തനിക്കെതിരെ മത്സരിച്ച ആര്യാടൻ ഷൗക്കത്ത് ആയിരിക്കരുത് എന്ന്. അങ്ങനെയൊക്കെ ഒരു ഉപാധി വയ്ക്കുവാനായിട്ട് അൻവറിന് എന്ത് അവകാശമാണുള്ളത്? സതീഷ് അത് കൃത്യമായിട്ട് തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. അൻവറിനെ നിങ്ങൾ വിശ്വാസത്തിൽ എടുക്കണോ വേണ്ടയോ? ഇനി വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. പക്ഷെ ഇതുവരെയുള്ളതിൽ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെതാണ്. PV അൻവറിന്റെ രാജി തന്നെ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ, കോൺഗ്രസിന്റെ രാഷ്ട്രീയ വിജയമാണ്. ആരായിരുന്നു അൻവർ? അൻവർ ഇടതുപക്ഷ സ്വതന്ത്രൻ എന്നതിലുപരിയായി CPIM പാർലമെന്ററി പാർട്ടിയുടെ MLA ആയിരുന്നു. അദ്ദേഹം കേവലം ഒരു CPIM MLA എന്നതിൽ കൂടുതലായി പിണറായി വിജയന്റെ ഫാൻ ബോയ് ആണ്. പിണറായി വിജയനെ വ്യക്തിപരമായി സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോയിരുന്ന ഒരാൾ, CPM നേതാക്കളെക്കാൾ, CPM അനുഭാവികളെക്കാൾ രൂക്ഷമായ ഭാഷയിൽ പിണറായിക്ക് നേരെയുള്ള ആക്രമണങ്ങളെ തടുക്കുകയും പിണറായിയെ ആരൊക്കെ വിമർശിച്ചോ അവരെ അങ്ങേയറ്റം വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുകയും ചെയ്ത ഒരാളുടെ പേരാണ് അൻവർ എന്ന് പറയുന്നത്. പക്ഷേ ആ അൻവറെ സംബന്ധിച്ച് ഇന്ന് എന്താണ് അദ്ദേഹം ഇതുവരെയുള്ള ഒരു ഗെയിം നോക്കുമ്പോൾ അവസാനം സംഭവിച്ചിരിക്കുന്ന എന്താ? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ തള്ളി പറഞ്ഞു. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെതിരെ കേരള നിയമസഭയിൽ ഉന്നയിച്ച ആരോപണം അൻവർ ഡിസോൺ ചെയ്തിരിക്കുകയാണ്. അൻവർ പറഞ്ഞത് അത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞാണെന്നാണ്. കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഉന്നയിച്ച ഒരു ആരോപണം ഒരു MLA തന്നെ അത് സ്വന്തം താല്പര്യപ്രകാരമല്ല, മറിച്ച് മുഖ്യമന്ത്രി നിർബന്ധിച്ച് പറഞ്ഞതാണെന്ന അവസ്ഥയിൽ എത്തുമ്പോൾ അത് UDF-ന്റെ രാഷ്ട്രീയ വിജയമല്ലേ? അൻവർ പറഞ്ഞ കാര്യം അൻവർ അതായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി പറഞ്ഞ കാര്യം അതേപടി അവതരിപ്പിക്കുകയായിരുന്നു. അത് അൻവറിന്റെ ബൈറ്റ് കൂടി ഒന്ന് കേൾക്കാം, അത് എന്നിട്ട് വരാം. എന്താണ് അൻവർ അതേക്കുറിച്ച് പറഞ്ഞത് എന്ന്. VD സതീശിനെതിരെ താൻ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണം അത് P ശശിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്ന് അൻവർ പറഞ്ഞിരുന്നു. ആ ഒരു പ്രതികരണം കേൾക്കാം. എന്നെ പാർട്ടി ഏൽപ്പിച്ച ഭാരം ഞാൻ ഡെലിവർ ചെയ്തു. അവർ എഴുതി തന്ന കാര്യങ്ങൾ ഞാൻ സവിസ്തരം, ഞാനൊരു വാക്ക് ചോദിച്ചു, ശശിയേട്ടാ ഇതിൽ കാര്യം ശരി തന്നെയല്ലേ? പൂർണ്ണമായിട്ടും ശരിയാണ് MLA, നിങ്ങൾ ധൈര്യമായി പറഞ്ഞോളൂന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് അത് കഴിയുകയും അത് വിജിലൻസിൽ എൻ്റെ പ്രസംഗം എന്താ പറയുക ഒഫീഷ്യലായിട്ട് വിവരാവകാശ പ്രകാരം ഒരു വ്യക്തി ശേഖരിക്കുകയും അത് ശേഖരിച്ചതിന് ശേഷം ഇവിടുത്തെ ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയിൽ പരാതി നൽകുകയും ചെയ്യണം. കോടതി അന്വേഷിക്കാൻ പറയുകയും പ്രൈമ ഫേസി അന്വേഷണം നടത്താൻ പറയുകയും ആ അന്വേഷണം നടത്തി ഇതിൽ വസ്തുത ഇല്ല എന്ന് പറഞ്ഞ് മടക്കി കൊടുത്ത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണിത്. പക്ഷെ അന്ന് എനിക്ക് വലിയ വികാരം ഉണ്ടായിരുന്നു. ഞാൻ പല ഘട്ടത്തിൽ അത് പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ പിന്നീട് ഇപ്പോഴത്തെ ഒരു ഘട്ടം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ശശി അന്ന് മുതലേ തുടങ്ങിക്കണേ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ലോക്ക് ചെയ്യണം എന്ന അദ്ദേഹത്തിന്റെ ആ പ്ലാനിങ്, അതിന് ആ ഘട്ടത്തിൽ ആരൊക്കെ അതിന്റെ പിന്നിലുണ്ടാകുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇവിടുത്തെ കോൺഗ്രസ് ലീഡർഷിപ്പിന്റെ മുമ്പിൽ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്റെ മുമ്പിൽ
എന്നെ ഏറ്റവും വലിയൊരു ശത്രുവാക്കാനുള്ള ഒരു ഗൂഢമായ ആലോചന അതിൻ്റെ പിന്നിൽ അന്ന് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. എന്തായാലും സംഭവിച്ചത് അങ്ങനെയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് ഈ വിഷയത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ്, ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കുമുണ്ടായ വിഷമത്തിൽ അവരോട് മാപ്പ് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിന്റെ വസ്തുതകൾ മനസ്സിലാക്കി ഇത് ഉൾക്കൊള്ളണമെന്നും എൻ്റെ മാപ്പപേക്ഷ സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. വി ഡി സതീശന്റെ കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞു ശ്രീ വി ആർ അനൂപ്, പി വി അൻവർ, അതായത് ഒരു മെറിറ്റ് ഇല്ലാത്ത ഒരു ആരോപണമായിരുന്നു. പി ശശിയുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ അതേപടി അങ്ങ് അവതരിപ്പിക്കുകയായിരുന്നു നിയമസഭയിൽ എന്ന്. അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ, സർക്കാരിനെതിരെ ഉന്നയിച്ച കാര്യങ്ങൾ, ആഭ്യന്തര വകുപ്പിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ, അതിൻ്റെയും മെറിറ്റ് പരിശോധിക്കേണ്ടി വരില്ലേ? ഇത് തെറ്റാണെങ്കിൽ അവിടെയും തെറ്റ് സംഭവിക്കാമല്ലോ. മഞ്ജുഷ അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. ഞാൻ പറഞ്ഞത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ച ആരോപണം അൻവർ അത് നിരുപാധികം വിഴുങ്ങിയിരിക്കുകയാണ്. അൻവർ പറഞ്ഞത് അത്തരമൊരു ആരോപണം ഉന്നയിച്ചത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞിട്ടാണ്. അതൊരു കാര്യം. രണ്ടാമത്തേത്, അൻവർ ഉന്നയിച്ച ഇവിടുത്തെ ഭരണ നേതൃത്വത്തിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, CPM-ന്റെ പാർട്ടിക്കെതിരെ, അതിന്റെ RSS സ്വാധീനത്തിനെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളൊന്നും അൻവർ പുതുതായി അന്തരീക്ഷത്തിൽ നിന്ന് ഉന്നയിച്ച ആരോപണങ്ങളല്ല. എത്രയോ കാലമായി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളാ. ഈ RSS സ്വാധീനം എന്ന് പറയുന്നത് ഇവിടുത്തെ DGP-മാരുടെ നിയമനത്തിൽ, പല കേസുകൾ എടുക്കാത്ത കാര്യത്തിൽ, സംഘപരിവാർ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിൽ പുലർത്തുന്ന മൗനത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്നതാ. അന്നൊക്കെ അതിന് മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രതിരോധിച്ചിരുന്ന ഒരാളാണ് അൻവർ. ഒരു സംശയമില്ല, അൻവർ പ്രതിരോധിച്ചു. മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതിലെ മറ്റൊരു രാഷ്ട്രീയം എന്ന് പറയുന്നത് CPM-ലെ കൊട്ടാര വിപ്ലവത്തിന്റെ ഭാഗമായിട്ടാണ് പി വി അൻവർ മുഖ്യമന്ത്രിക്കും സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും എതിരെ ഇത്തരം ആരോപണങ്ങൾ കൊണ്ടുവന്നത് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയാണ്. ആ നേതാക്കളെ പിന്നീട് കാണാനില്ല, ആ നേതാക്കളെ ഫോൺ വിളിച്ചാൽ പോലും എടുക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതായത് മുഖ്യമന്ത്രി അതിശക്തമായിട്ട് പ്രതിരോധിക്കുകയായിരുന്നല്ലോ. തിരിച്ച് അൻവറിനെ സ്വർണ്ണക്കടത്തുകാരുടെ ആളെന്ന് അദ്ദേഹം പറഞ്ഞതോടുകൂടി കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, കൂടെ ഈ അദൃശ്യരായി ഉണ്ടായിരുന്ന ആളുകൾ, പൊതുസമക്ഷത്ത് വരാതെ നിന്നിരുന്ന ആളുകൾ അൻവറിനെ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. അതാണ് അൻവർ പറയുന്നത്. താങ്കൾ പറഞ്ഞു ശരിയാണത്, പ്രതിപക്ഷവും ഉന്നയിച്ച കാര്യങ്ങൾ തന്നെയായിരുന്നു. അതുകൊണ്ട് അൻവറിന് കൂടുതലായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. കാരണം ആ ഭരണത്തിൽ മുഖ്യമന്ത്രിയുടെ വലങ്കൈയായിട്ട് പോലും എന്ന് പറയാവുന്നതാണ് പി വി അൻവറിന്റെ പ്രവർത്തനം. ഏത് കാര്യത്തിനും അൻവറിനെ മുഖ്യമന്ത്രി അനുകൂലിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ശരിയാണ്, അത് പൊതുസമൂഹത്തിൽ അങ്ങനെ ഒരു ബോധ്യം വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കൊട്ടാര വിപ്ലവത്തിന് കുട പിടിച്ചു കൊടുത്ത ആളെ UDF എടുക്കുന്നത് എന്ത് വിശ്വസിച്ചാണ്? ഇപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണല്ലോ ആര്യാടൻ ഷൗക്കത്തിന്റെ കാര്യത്തിൽ. ആര്യാടൻ ഷൗക്കത്ത് നിങ്ങൾ കോൺഗ്രസിലുള്ള ഒരാളാണ്. അദ്ദേഹത്തെ എത്രമാത്രം പരിഹസിച്ചു ഇന്ന് വാർത്താ സമ്മേളനത്തിൽ. ഞങ്ങളെ സംബന്ധിച്ച് അൻവർ ആരാ? അദ്ദേഹം ഞങ്ങളുടെ കക്ഷിയുടെ ഭാഗമല്ല, ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമായിട്ടില്ല. അങ്ങനെ ഒരാൾക്ക് അദ്ദേഹത്തിന്റെ സ്വതന്ത്രമായ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. ഞങ്ങൾ ഇത്രയേ ഇതിനെ കാണുന്നുള്ളൂ. ഇന്നലെകളിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ അടക്കം വ്യക്തിപരമായി പോലും കടന്നാക്രമിച്ച ഒരു വ്യക്തി, അദ്ദേഹം പൊതുജന സമക്ഷത്തിൽ മാധ്യമങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയാണ് അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞതാണ്. ഒന്ന്. രണ്ടാമതായി, അൻവർ കുറച്ചു കാലമായി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത് അൻവർ അന്തരീക്ഷത്തിൽ നിന്ന് സൃഷ്ടിച്ചതല്ല, മറിച്ച് വളരെ തുടക്കം മുതൽ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ഭരണകക്ഷിയുടെ ഭാഗമായിരുന്ന ഒരു MLA ഏറ്റുപിടിക്കുന്നു എന്നുള്ളതാണ്. രണ്ട് നിലയ്ക്ക് നോക്കിയാലും ഇത് കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ കൂടി വ്യക്തിപരമായ വിജയമാണ്. വിജയം പൂർണ്ണമാവുക. കാരണം അതിൽ പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ, അൻവറിനെ എടുക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിൽ പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിനും UDF-നും ക്ഷീണമാകും. ഞാൻ കൃഷ്ണദാസ് കൂടിയുണ്ട്. ശ്രീ കൃഷ്ണദാസ്, BJP ഇതിനകത്തൊരു ഭാഗമല്ല. പക്ഷേ ഒരു കാര്യം ഇന്ന് രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഒന്ന്, അൻവർ MLA സ്ഥാനം രാജിവെച്ചിരിക്കുന്നു.
UDF-നെ പിന്തുണയ്ക്കുമെന്ന് അൻവർ പറഞ്ഞിരിക്കുന്നു. അൻവർ ഈ പറയുന്ന സമയം വരെയും കോൺഗ്രസിന്റെ UDF-ന്റെയോ ഭാഗമല്ല. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അതിനെ നിഷേധിക്കേണ്ട കാര്യം ശരിയാണ്. അൻവറിന്റെ ലക്ഷ്യം ഇതാണ് കേട്ടോ, UDF-ലേക്ക് വരിക എന്നുള്ളതാണ് അൻവറിന്റെ ലക്ഷ്യം. അതിപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നാലും അൻവറിന് താല്പര്യം UDF-ലെ പ്രവേശനമാണ്. അത് സാധ്യമാകാതെ വന്നതുകൊണ്ടാണല്ലോ തൃണമൂൽ കോൺഗ്രസ് എന്ന ഒരു ഓപ്ഷൻ അദ്ദേഹം തിരഞ്ഞെടുത്തത്. ശ്രീ കൃഷ്ണദാസ്, ഞാൻ പറഞ്ഞത് BJP ഒരു ഭാഗമല്ല എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പക്ഷേ BJP-യെ കൂടി കൊണ്ടുവരുന്ന ഒരു ഘടകമുണ്ട്. അതായത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളാണ്. അത് മെറിറ്റിൽ തന്നെ പൊതുസമൂഹം ചർച്ച ചെയ്ത ഒരു കാര്യം കൂടിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും BJP-യുമായിട്ട് ചില രഹസ്യ ബന്ധങ്ങൾ ഉണ്ട് എന്ന്. ഉദാഹരണ സഹിതം തൃശ്ശൂർ പോലെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തതാണ്. പല കേസുകളുടെയും കാര്യം ഉന്നയിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് ഇക്കാര്യവും പാർട്ടിയിലെ തന്നെ ഒരു വലിയ വിഭാഗത്തിന് താല്പര്യമുണ്ടായിരുന്നു പുറത്തു വരണമെന്ന്. കാരണം അതും ഈ പിണറായിസത്തിൽ ഉൾപ്പെടുന്നതാണ്. അതിൽ അൻവർ ഒരു ടൂളാവുകയായിരുന്നു എന്ന് അൻവർ തന്നെ സമ്മതിച്ചാലും ആ മെറിറ്റും ഇപ്പോൾ അദ്ദേഹം ഉന്നയിച്ച ഈ കാര്യവും കൂടി BJP ബന്ധം പോലും അതുപോലും വെറുമൊരു ആരോപണമായി അവശേഷിക്കുന്നതല്ലല്ലോ. മഞ്ജുഷെ, കഴിഞ്ഞ കുറച്ച് നാളുകളായി ശ്രീ അൻവറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വെളിപ്പെടുത്തലുകൾ, അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ, അതെല്ലാം പ്രധാനമായും ഇടതുപക്ഷ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അതിൽ അദ്ദേഹത്തിന് അതാത് ദിവസത്തെ വിഷയത്തിനനുസരിച്ച് ചില ശ്രദ്ധ കിട്ടാൻ വേണ്ടി അദ്ദേഹം ചില സമയങ്ങളിൽ BJP-യെ അതിന്റെ ഭാഗമാക്കി മാറ്റും, ചില സമയങ്ങളിൽ അദ്ദേഹം കോൺഗ്രസിനെ അതിന്റെ ഭാഗമാക്കി മാറ്റിയിരുന്നു. അപ്പൊ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ അതാത് ദിവസത്തെ ശ്രദ്ധക്കനുസരിച്ചിട്ടാണ് അദ്ദേഹം ആ വിഷയങ്ങളെ എടുത്തിട്ടുള്ളത്. അതിൽ BJP-യുമായി ബന്ധപ്പെട്ടോ BJP-യുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടോ യാതൊരു തരത്തിലും ഒരു സാഹചര്യവും ഉണ്ടാകുന്ന നിലപാട് അൻവർ ഒരു കാലത്തും എടുത്തിട്ടില്ല. മറ്റൊന്ന്, അൻവറിനെ സംബന്ധിച്ച് ഇടതുപക്ഷത്തേക്ക് പോയാലും ഇനി UDF-ലേക്ക് പോയാലും അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ നയം, അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെല്ലാം മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില രാഷ്ട്രീയവുമായി ചേർന്നുകൊണ്ടാണ്. ആ രാഷ്ട്രീയം എന്താണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ചു. ഒരു ഘട്ടത്തിൽ അൻവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയത്തിന്റെ പൊരുൾ എന്താണ്, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന്റെ സാങ്കത്യം എന്താണ്, ഇതെല്ലാം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സൂചിപ്പിച്ചു. അപ്പൊ അദ്ദേഹം മുഖ്യമന്ത്രിയെ തള്ളിപ്പറഞ്ഞു. അതുവരെ മുഖ്യമന്ത്രി പറയുന്നതിനനുസരിച്ച്, ശ്രീ പിണറായി വിജയന്റെ ആജ്ഞക്കനുസരിച്ച് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയും രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുകയും എതിർ പക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്ക് ആരോപണങ്ങൾ ഉന്നയിക്കുകയെല്ലാം ചെയ്തിരുന്ന ശ്രീ അൻവർ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ചുവടുമാറ്റമുണ്ടായി. അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ തിരിയുന്നു, ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ചില ഉദ്യോഗസ്ഥന്മാരുമായി ചേർന്നുകൊണ്ട് അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ആ ഉദ്യോഗസ്ഥന്മാരുമായി ചേർന്നുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കം ചേർത്തുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം ഒരു ഭാഗത്തുണ്ടായിരുന്നു. മറുഭാഗത്ത് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന, ആത്യന്തികമായി അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയുമായി ചേർന്നുകൊണ്ടാണ്. ഇപ്പൊ അദ്ദേഹം മലയോര പ്രശ്നത്തെ കുറിച്ച് പറയുന്നു, കാട്ട് നയവുമായി ബന്ധപ്പെട്ട്, കാടിന്റെ നയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നു. അപ്പൊ അതെല്ലാം അദ്ദേഹം സൂചിപ്പിക്കുമ്പോൾ ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ കോൺഗ്രസും UDF-ഉം വളരെ കരുതലോടെയാണ് അൻവറിന്റെ ഓരോ നീക്കവും വീക്ഷിക്കുന്നത്. അതിൽ VD സതീശനാണ് കുറച്ചുകൂടി ശക്തമായിട്ട് ഈ അൻവറിന്റെ കാര്യത്തിൽ തന്നെ. നേരത്തെ തന്നെ UDF പ്രവേശനം വേണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ചർച്ചയൊന്നും നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും നേതാക്കൾ തമ്മിലുള്ള കൂടിയാലോചന ഉണ്ടായിട്ടുണ്ട്. അതിൽ VD സതീശനാണ് വളരെ ശക്തമായിട്ട് തന്നെ PV അൻവറിന്റെ കാര്യത്തിൽ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. പക്ഷേ ഇനി അങ്ങോട്ട് അൻവറിനെ സ്വീകരിച്ചാലും കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് കോൺഗ്രസും UDF-ഉം പോവുകയാണോ? അത് ഗുണം ചെയ്യുന്നതാകുമോ അങ്ങനെ വരികയാണെങ്കിൽ? എനിക്ക് തോന്നുന്നില്ല ശ്രീ മഞ്ജുഷ്, അൻവറിനെ സ്വീകരിക്കാൻ പൂർണ്ണമായി കോൺഗ്രസിൻ്റെ നേതൃത്വം സജ്ജമാണെന്ന് തോന്നുന്നില്ല. അതിനുള്ള പ്രധാന അടിസ്ഥാനപരമായ കാരണം മലപ്പുറം ജില്ലയിലെ ചില യാഥാർത്ഥ്യങ്ങളാണ്. പ്രത്യേകിച്ചും അൻവറിൻ്റെ തട്ടകമെന്ന് പറയുന്നത് മലപ്പുറം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയും അതുപോലെ വയനാട് ജില്ലയുടെ തെക്കൻ പ്രദേശങ്ങളും അടങ്ങുന്ന ഒരു പ്രത്യേക പ്രദേശത്താണ്. അത് ഒരു വനമേഖല കൂടിയാണ്. നിലമ്പൂർ മേഖല, അതുപോലെ ആ ഒരു ചുറ്റുപാടുമുള്ള മേഖല, എറണാട്, ആ മേഖലയുടെ ഒരു വലിയൊരു മുഖമായി വരണം മലയോര കർഷകരുടെയും മലയോര താമസിക്കുന്ന ആളുകളുടെയും വിഷയങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വലിയ മുഖമാകണം. ഇതാണ് അൻവറിൻ്റെ ആഗ്രഹം. അതിനൊരു വെഹിക്കിൾ എന്ന നിലയിലാണ്
അദ്ദേഹം കോൺഗ്രസിൽ ആദ്യം വന്നതും ആ കോൺഗ്രസിൽ വലിയ ഉജ്ജ്വലമായ രീതിയിലാണ് അദ്ദേഹം വന്നത്. പക്ഷേ കോൺഗ്രസിൽ കാര്യമായ പരിഗണന കിട്ടാതെ അദ്ദേഹം സ്വതന്ത്ര വേഷം കെട്ടി ഇറങ്ങുകയും തൻ്റെ മാറ്റ് തെളിയിക്കുകയും ചെയ്തു. ആദ്യ 2 തെരഞ്ഞെടുപ്പിലും ഏറനാട് മണ്ഡലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം സാന്നിധ്യം അറിയിച്ചു. അതുകൊണ്ടാണ് LDF അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തതും നല്ല ഭൂരിപക്ഷത്തിൽ 2016 വിജയിപ്പിച്ചെടുത്തു. ചെറിയൊരു നാരോ മാർജിനിൽ 3000-ൽ താഴെ മാർജിനിൽ 2021 അദ്ദേഹത്തെ LDF വിജയിപ്പിച്ചെടുത്തു. പക്ഷേ അൻവർ എത്രത്തോളം ഇടതുപക്ഷക്കാരനായിരുന്നു എന്നത് ഇന്നും ഒരു തർക്ക വിഷയമാണ്. അൻവറിൻ്റെ താല്പര്യങ്ങൾ എന്നതിൽ കവിഞ്ഞ് അൻവറിന് ലഭിക്കേണ്ട പ്രാധാന്യം എന്ന ആ ഒരു ഗൗരവമായ കാര്യത്തിൽ കവിഞ്ഞുള്ള ഒരു താല്പര്യമുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ PV അൻവർ തത്സമയം ന്യൂസ് 18-ൽ ചേരുകയാണ്. ശ്രീ PV അൻവർ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ ശ്രീ മോഹൻ വർഗീസ് ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ VR അനൂപ് ഉണ്ട്, BJPയുടെ P കൃഷ്ണദാസും ഉണ്ട്. അല്പസമയം കഴിയുമ്പോൾ അഡ്വക്കേറ്റ് BN ഹസ്കർ CPM സഹയാത്രികൻ അദ്ദേഹം കൂടി ജോയിൻ ചെയ്യും. ഇതുവരെ വന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ താങ്കൾ പ്രധാനമായും ഉന്നയിച്ച 2 കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെ തുടങ്ങി വെച്ചത്. അതിലൊന്ന് VD സതീശിനെതിരെ നിയമസഭയിൽ ഉന്നയിച്ച കാര്യമാണ്. അതിൽ മെറിറ്റ് ഇല്ല എന്ന് താങ്കൾ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. അത് P ശശിയുടെ നിർദ്ദേശപ്രകാരം P ശശി എഴുതി തന്നത് അതേപോലെ താങ്കൾ വായിക്കുകയായിരുന്നുവെന്ന് താങ്കൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനും ഭരണത്തിനും ആഭ്യന്തര വകുപ്പിനും എതിരെ നടത്തിയ പരാമർശങ്ങളാണ്. അപ്പോൾ ഇതിൽ മെറിറ്റ് ഇല്ലെങ്കിൽ അവിടെ മെറിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന കാര്യമാണ്. അതിലെ മെറിറ്റ്, സർക്കാരിനെതിരെ ഉന്നയിച്ച കാര്യങ്ങളിലെ മെറിറ്റ് താങ്കൾ തള്ളിക്കളയുന്നുണ്ടോ? അത് CPM-ലെ തന്നെ ഒരു വിഭാഗത്തിൻ്റെ താല്പര്യം അതിലുണ്ടായിരുന്നുവെന്നും താങ്കൾ പറഞ്ഞിരുന്നുവല്ലോ. അപ്പോൾ ആ താല്പര്യപ്രകാരം കൂടിയാണ് അത് എന്നതുകൊണ്ട് അതിൻ്റെ മെറിറ്റ് ഇല്ലാതാകുന്നുണ്ടോ ഇല്ലയോ? അല്ല, അതൊക്കെ വളരെ വ്യക്തമായി പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ആ മെറിറ്റിനെ കുറിച്ചും ഈ ചോദ്യം അവിടെ ഉയർന്നു വന്നതാണ്. അത് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. താങ്കൾ ഈ ചോദിച്ച ചോദ്യം ആ വാർത്താ സമ്മേളനം 1-2 മിനിറ്റ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതിൽ ഉത്തരവും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞു തന്നെ പറയണ്ടല്ലോ, വേറെ നിങ്ങൾക്ക് കൃത്യമായ ചോദ്യം. എനിക്കതിലത്തെ സംശയം, ഞാൻ വാർത്താ സമ്മേളനം കേട്ട് നോക്കിയതാണ്. ഞാൻ അതിൽ എനിക്കുണ്ടായ ഒരു സംശയം ഞാൻ ചോദിക്കാം. ഒന്നിൽ മെറിറ്റ് ഉണ്ടാവുകയും മറ്റൊന്നിൽ മെറിറ്റ് ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ ക്രെഡിബിലിറ്റി ഫാക്ടർ എന്ന രീതിയിൽ വരികയില്ലേ? രണ്ടും ഓരോരുത്തരുടെയും നിർദ്ദേശപ്രകാരം വരുമ്പോൾ ആ ക്രെഡിബിലിറ്റി ഫാക്ടർ അവിടെ വരില്ലേ? അല്ല, അത് താങ്കൾക്ക് മാത്രം അല്ല. അതിലെ വ്യത്യാസം, ആദ്യത്തേത് ഈ പറഞ്ഞത് പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. മറ്റേ കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് ഞാൻ പാർട്ടി ലീഡർഷിപ്പിനോട് അങ്ങോട്ട് പറഞ്ഞ കാര്യമാണ്. ആ അങ്ങോട്ട് പറയുമ്പോഴാണ് അവർ അത് പൊതുസമൂഹത്തിൽ ഉന്നയിക്കാൻ പറയുന്നത്. അങ്ങനെയാണത് വിഷയമാകുന്നത്. മറ്റത് ഇങ്ങോട്ട് പറഞ്ഞ കാര്യമാണ്, മറ്റേത് ഞാൻ കണ്ടെത്തിയിട്ട് ഞാൻ പാർട്ടിയോട് അങ്ങോട്ട് പറഞ്ഞ കാര്യമാണ്. ആ ഡിഫറൻസ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ആ പത്രസമ്മേളനം താങ്കൾ ശരിക്കും കേട്ടാൽ അത് മനസ്സിലാവും. അപ്പോൾ ഈ താങ്കൾ കണ്ടെത്തി പാർട്ടിക്ക് കൊടുത്ത സമയത്ത് ഈ പറയുന്ന ഒരു വിഭാഗം നേതാക്കൾ അവർക്ക് ഈ പിണറായിസത്തിനെതിരെ ഒന്നും അതുവരെ എതിരായിട്ട് തോന്നിയിരുന്നില്ലേ? താങ്കൾ കണ്ടെത്തി നൽകിയപ്പോഴാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞത്. പക്ഷേ ആ ആളുകൾ ഇപ്പോൾ എവിടെയാണ്? അല്ല, അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. അതും ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്. താങ്കൾ ഒന്നുകൂടെ അത് ഒന്ന് കേട്ടാൽ നന്നായിരിക്കും. അപ്പോൾ അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ താങ്കൾ പറയില്ല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ആ ആളുകൾ ഇപ്പോൾ താങ്കളുടെ ഈ ഉന്നയിച്ച ആരോപണങ്ങൾ അതിന് പിന്തുണ നൽകുന്നവരാണോ, അതോ അവർ മറുചേരിയിലേക്ക് പോയി കഴിഞ്ഞോ ഇതിന് മെറിറ്റ് ഇല്ല എന്ന് കണ്ടുകൊണ്ട്? അല്ല, അവരന്നും ഒരേ ചേരിയിലാണ്, ഇന്നും ഒരേ ചേരിയിലാണ്. അവരൊന്നും ചേരി മാറ്റം നടത്തിയിട്ടില്ല. ഇപ്പോൾ VD സതീശൻ താങ്കളുടെ മാപ്പപേക്ഷ അംഗീകരിച്ചിരിക്കുകയാണ്. ഈ മാപ്പപേക്ഷ അംഗീകരിക്കുന്നത് വഴി താങ്കൾ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ, UDF-ന് നിരുപാധിക പിന്തുണ എന്ന്. അതും ഇവിടെ അംഗീകരിക്കപ്പെടാൻ പോവുകയാണ് എന്ന തോന്നൽ താങ്കൾക്കുണ്ടോ? അല്ല, അതൊക്കെ അവർ തീരുമാനിക്കേണ്ട കാര്യമല്ലേ. അവർ തീരുമാനിക്കട്ടെ എന്ന്. ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഇനി തീരുമാനമൊക്കെ അവരുടെ ഭാഗത്തുനിന്നല്ലേ. പക്ഷെ നിരുപാധിക പിന്തുണ എന്ന് പറയുമ്പോൾ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും താങ്കൾ അഭിപ്രായ പ്രകടനം പറഞ്ഞു. അതപ്പോൾ നിരുപാധികമാകുമോ? അതപ്പോൾ ഉപാധിയുള്ളതായി മാറില്ലേ? ഉപാധി ഇല്ലല്ലോ. ഇറ്റ്സ് റിക്വസ്റ്റ് എന്ന് കൃത്യമായി പറഞ്ഞല്ലേ. അപേക്ഷിക്കാൻ ആർക്കും അവകാശമുണ്ടല്ലോ. തീരുമാനിക്കുന്നവർ തീരുമാനമെടുക്കേണ്ടവരല്ലേ. ഞാനൊരു അപേക്ഷകൻ മാത്രമാണ് അതിൽ. അതെന്ത് തീരുമാനം അവരെടുത്താലും UDF ലീഡർഷിപ്പ് എടുത്താലും അതിൻ്റെ കൂടെ ഞാൻ നിൽക്കും. അപ്പോൾ താങ്കൾക്ക് അവിടെ ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ താങ്കൾക്ക് അങ്ങനെ ഒരു കടുംപിടുത്തം ഉണ്ടാവുകയില്ല അല്ലേ? അത് താങ്കളുടെ ഒരു അപേക്ഷയായിട്ട് മാത്രം നിൽക്കും അല്ലേ?
പിന്നെ അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. ഞാനെങ്ങനെ കടുംപിടുത്തം പറ്റില്ലല്ലോ, അതൊരു ശരിയില്ലല്ലോ. നിരുപാധിക പിന്തുണ കൊടുത്താൽ പിന്നെ നമ്മൾ കടുംപിടുത്തത്തിന് അതിലവിടെ പിന്നെ ആ വാക്കിന് അർത്ഥമില്ലല്ലോ റിക്വസ്റ്റ് എന്ന് പറയുന്നതിന്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, താങ്കൾ പറഞ്ഞു എല്ലാം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞുവെന്ന്. പക്ഷേ ഇപ്പോഴും ഈ ക്രെഡിബിലിറ്റി ഫാക്ടർ നോക്കുമ്പോൾ ഈ താങ്കൾ അങ്ങോട്ട് പറഞ്ഞതാണെങ്കിൽ പോലും അതിന് മാത്രം ക്രെഡിബിലിറ്റി താങ്കൾ പറയുകയും ഈ പി ശശി പറഞ്ഞ കാര്യങ്ങൾ വി ഡി സതീശനെതിരെ ഉന്നയിക്കുമ്പോൾ അത് നിസ്സാരമായ ഒരു ആരോപണമായിരുന്നില്ലല്ലോ, സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ച കാര്യമാണ്. അത് താങ്കൾ അതേപടി എടുത്തു വായിക്കുമ്പോൾ ആരുടെയും ടൂളാകാൻ പോകുന്ന ഒരാളാണ് താൻ എന്നുള്ളൊരു ഇമേജ് താങ്കൾ തന്നെ പുറത്തു പറയുകയല്ലേ ഇപ്പോൾ ചെയ്തത് ശ്രീ പി വി അൻവർ? താങ്കളുടെ മാത്രം തോന്നലാണ്, അത് കുഴപ്പമില്ല. ഇനി അങ്ങനെ തോന്നുന്നവർക്ക് അങ്ങനെ തോന്നിക്കോട്ടെ, അതിലും എനിക്ക് കുഴപ്പമില്ല. അല്ല, അതങ്ങനെയല്ലല്ലോ, പൊതുസമൂഹത്തിന് അത് തോന്നുമ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ താങ്കൾ ഒരാളുടെ ടൂളായി നിൽക്കുന്നു എന്ന് താങ്കൾ തന്നെ പറയുമ്പോൾ അതാണ് ഞാൻ ആ ക്രെഡിബിലിറ്റി ഫാക്ടർ പറഞ്ഞത്. ആയിക്കോട്ടെ, അതെ അതെ അതെ, അത് കുഴപ്പമില്ലെന്നേ, അത് ഞാൻ സഹിച്ചോളാം. അങ്ങനെയാണെങ്കിൽ താങ്കളെ ഈ പൊതുസമൂഹത്തിന് സഹിക്കേണ്ടി വരികയില്ലേ ഇങ്ങനെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ? അല്ല, അതിനിപ്പോൾ താങ്കൾ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. താങ്കൾ പൊതുസമൂഹത്തിന്റെ മൊത്തം അച്ചാരം ഏറ്റെടുത്ത ആളൊന്നുമല്ലല്ലോ. അല്ല, താങ്കൾ ഒരു ജനപ്രതിനിധി ആയിരുന്ന സമയത്താണ് താങ്കൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഞാനത് ഒരു ടൂളായിട്ട് നിൽക്കുന്നുവെന്ന് താങ്കൾ തന്നെ ഇപ്പോൾ പറയുന്നത്, ഈ MLA സ്ഥാനം രാജിവെച്ചതിന് ശേഷം. ഇതൊക്കെ താങ്കളുടെ വാക്കുകളാണ്. ടൂൾ എന്ന വാക്കൊക്കെ താങ്കൾ ഉന്നയിച്ചാണ്. അതിന് താങ്കൾ തന്നെ അതിന് അർത്ഥം കണ്ടെത്തിയാൽ മതി കേട്ടോ. അല്ലെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ടൂൾ എന്താണ് അതിന്റെ അർത്ഥം ശ്രീ വി അൻവർ? അല്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, അതുകൊണ്ട് താങ്കൾ സംസാരിക്കാം. ഓക്കെ, എന്നോടൊന്ന് മറുപടി അറിയാമെങ്കിൽ. ശരി 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 ശ്രീ VR അനൂപ്, PV അൻവർ പറയുന്ന ആ ടൂൾ എന്നുള്ള വാക്കിലാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു കാര്യം അദ്ദേഹം നിർവഹിച്ചിട്ടില്ല എന്നാണ്. ശരി, ശ്രീ മോഹൻ ബഗീസ്. ഇവിടെ ശ്രീ PV അൻവർ സ്വയം പൊസിഷൻ ചെയ്യുന്നത് എങ്ങനെയെന്നതാണ് ഇവിടുത്തെ ചോദ്യം. അദ്ദേഹത്തിന് താല്പര്യമുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാവൂ, അതാണ്. അല്ല, അദ്ദേഹത്തിന് ഒരു വാർത്താ സ്പേസ് കേരള സമൂഹം കഴിഞ്ഞ 6 മാസമായി ഒരു ഗംഭീരമായ ഒരു വാർത്താ സ്പേസാണ്. ഒരുപക്ഷെ ഏറ്റവും അധികം TV സ്ക്രീനുകളിലും പത്രത്താളുകളിലും ഏറ്റവും കൂടുതൽ കണ്ട മുഖം ശ്രീ പിണറായി വിജയൻ്റെതിനേക്കാൾ, ഒരുപക്ഷെ VD സതീശൻ്റെതിനേക്കാൾ കൂടുതൽ കേരള സമൂഹം കണ്ട മുഖം ശ്രീ PV അൻവറിൻ്റെതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് ആദ്യം ജനം ചെവി കൊടുത്തു എന്നത് പരമസത്യമാണ്. ജനം എന്താണോ ആഗ്രഹിച്ചത്, കേൾക്കാൻ ആഗ്രഹിച്ചത്, അത് തന്നെയാണ് PV അൻവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ യഥാർത്ഥ അടിസ്ഥാനത്തിലേക്ക് വളരെ വൈകി ഇപ്പോഴാണ് വരുന്നത്. അത് ആരുടെയെങ്കിലും ഇംഗിതമനുസരിച്ച് ചില കാര്യങ്ങൾ ഉന്നയിക്കേണ്ടതുണ്ട്, ഞങ്ങൾക്കതിന് കഴിയില്ല, അതുകൊണ്ട് താങ്കൾ ഉന്നയിച്ചാൽ ഞങ്ങൾ താങ്കളോട് കൂടെ നിൽക്കാം എന്ന രീതിയിലുള്ള ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീ PV അൻവർ മുന്നോട്ട് പോവുകയും അദ്ദേഹം അതിന്റെ ഡിഫറൻസ് അദ്ദേഹം പറയുകയും ചെയ്തു. ഇപ്പോൾ VD സതീശിന്റെ കാര്യത്തിൽ അദ്ദേഹം ദേഷ്യപ്പെട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാമായിരുന്നു. അത് ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടത്. ശ്രീ മോഹൻ ബഗീസ്, അതിനകത്ത് കാര്യമെന്ന് പറയുന്നത് ഈ VD സതീശിന്റെ കാര്യത്തിൽ അത് പി ശശി ഇങ്ങോട്ട് ആവശ്യപ്പെട്ട കാര്യം നിയമസഭയിൽ ഞാൻ അതേപടി അവതരിപ്പിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ മറ്റേ വിഷയം അങ്ങനെയല്ല. മുഖ്യമന്ത്രിക്കെതിരെയുള്ള കാര്യങ്ങളും ഈ പോലീസിംഗിലെ കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ കണ്ടെത്തി ഈ പാർട്ടിയിലെ ഒരു പ്രബല വിഭാഗത്തെ അറിയിച്ചു, അല്ലേ? എന്നിട്ട് അത് അവരുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം തന്നെ അവതരിപ്പിച്ചു. അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന, ശ്രീ PV അൻവറിന് മാത്രം അറിയാവുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ, മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഇൻസൈഡേഴ്സിന് അറിയാൻ വയ്യാത്തതുമായ കാര്യം എന്താണുള്ളത് കേരള സമൂഹത്തിൽ. അതുകൊണ്ട് ഇതെല്ലാം പബ്ലിക് സ്പേസിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ പൂച്ചക്കാര് മണി കെട്ടുമെന്ന് പറയുമ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് മണി കെട്ടാനാവാത്തത് കൊണ്ട് ഒരു സ്വതന്ത്ര MLA ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരുപയോഗിച്ചു എന്നതിന് അസ്വാഭാവികമായൊന്നും തന്നെയില്ല. പക്ഷേ അതിപ്പോൾ വളരെ വൈകി ശ്രീ PV അൻവറിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അതിന് സ്ഥിരീകരണം ഉണ്ടാകുന്നു. അവിടെ ഉപയോഗിച്ചൊരു വാക്ക്, ടൂൾ എന്ന വാക്ക് ഉപയോഗിക്കുന്ന ഒരുപക്ഷെ ശ്രീ മഞ്ജുഷ്, ഞാനും അത് സാഗൂതം കേട്ടിരിക്കുകയായിരുന്നു. അതൊരു പക്ഷേ സ്വല്പം ക്രൂരമായി തോന്നിയേക്കാം ശ്രീ PV അൻവറിന്, അത് സ്വല്പം ക്രൂരമായി തോന്നിയേക്കാം. പക്ഷെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം സ്വയം കണ്ടെത്തിയ ചില കാര്യങ്ങൾ അത് പാർട്ടിയുടെയും ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അവർക്ക് ഓൾറെഡി ഇത് അറിയാവുന്ന കാര്യമാണ്, എന്നാൽ താങ്കൾ പറഞ്ഞോളൂ, ഞങ്ങൾ കൂടെ നിൽക്കാം എന്ന് പറയുമ്പോഴും ഇഫക്റ്റിൽ അത് പാർട്ടിയുടെ ഒരു വിഭാഗവുമായി, അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയൻ്റെ മറുപക്ഷത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ പിണറായി യുഗത്തോട്
പുറംതിരിഞ്ഞു നിൽക്കുന്ന ചില ആളുകൾ, ഭയചകിതരായ ചില ആളുകൾ അവരുടെ താല്പര്യാനുസരണം ശ്രീ അൻവർ എന്ന ധീരനായ ആളിനെ കൊണ്ട് ഇത് അവതരിപ്പിച്ചു എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ അത് എത്രത്തോളം വിശ്വസിക്കാനൊക്കെ അത് ടൂള് തന്നെയല്ലേ, ആയുധമാക്കുകയായിരുന്നു അല്ലേ? അതുകൊണ്ട് വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം ഇതിന് സമാനമായ ഇംഗ്ലീഷ് അറിയാമോ എന്ന് പറയുന്നപ്പോൾ പിന്നെ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്തിട്ട് അല്ല, വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം ഇതിന് സമാനമായ ചില വാക്കുകൾ തന്നെയാണ് ഉപയോഗിച്ചത്. എനിക്കന്നത് അറിയാൻ പാടില്ലായിരുന്നു. എന്നെ അത് വി ഡി സതീശനെതിരെ അല്ലെങ്കിൽ വി ഡി സതീശനെ വലിയൊരു ശത്രുവാക്കുന്നതിന് വേണ്ടി എന്നെ ഉപയോഗിച്ചു എന്നും പോലും ഒക്കെ അദ്ദേഹം പറയുകയുണ്ടായി. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഈ അൻവർ രാജിവെച്ചു, അതുപോലെ തന്നെ അൻവറിന്റെ പോരാട്ടം അവസാനിച്ചു എന്നൊക്കെ പറയുമ്പോഴും അൻവർ ഉന്നയിച്ച കാര്യങ്ങളുടെ മെറിറ്റ് അതേപടി അവിടെ കിടക്കുന്നുണ്ട്. അൻവർ ഇപ്പോൾ ദേഷ്യപ്പെട്ട് ഈ ചർച്ചയിൽ നിന്ന് മതിയാക്കി പോവുകയുണ്ടായി. പക്ഷെ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളുടെ മെറിറ്റ് ഉണ്ടല്ലോ ഈ പിണറായി സർക്കാരിനെതിരെ, അത് ജനങ്ങൾ വിശ്വസിച്ച കാര്യം തന്നെയാണ്. മഞ്ജുഷ്, ഇതില് ഒരു രാഷ്ട്രീയ അഭയം തേടുന്നതിന് വേണ്ടി ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തഹിയുടെ വസ്ത്രമണിഞ്ഞാണ് അൻവർ ഇപ്പോൾ കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്നത്. അൻവറിന് എത്രത്തോളം വിശ്വാസ്യതയുണ്ട് എന്നുള്ളത് ഇപ്പോൾ കേരളീയ സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതിന് അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളതിനപ്പുറം അദ്ദേഹത്തെ പോലുള്ളൊരു മനുഷ്യൻ ചെയ്തു കൂട്ടാത്തതും ചെയ്യാൻ പാടില്ലാത്തതും പറയാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആദ്യം ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഒന്ന്, ശ്രീ രാഹുൽ ഗാന്ധിയുടെ DNA സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം. ശ്രീ വി ഡി സതീഷിനെതിരെ നിയമസഭയ്ക്കുള്ളിൽ അദ്ദേഹം ഉന്നയിച്ച ആരോപണത്തെ സംബന്ധിച്ച് അദ്ദേഹം ഇന്നൊരു പുതിയ കെട്ടുകഥയുമായിട്ടാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. പി ശശി ഇക്കാര്യം അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയാണ്. കേരള രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും വളരെ കൃത്യത്തോടുകൂടി ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളവും എന്താണ് പാർലമെന്ററി പാർട്ടിയും സംവിധാനമെന്നും പാർലമെന്ററി പാർട്ടി സംവിധാനത്തിലൂടെ എങ്ങനെയാണ് ഓരോ നിയമസഭാ സമ്മേളനം കൂടുമ്പോൾ ആരൊക്കെ എന്തൊക്കെ ചർച്ച ചെയ്യണം, സംസാരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി പാർലമെന്ററി പാർട്ടിയുടെ നേതാവ് നൽകുന്ന കുറിപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് എപ്പോഴും ചെയ്യാറുള്ളത്. ഇവിടെ പി ശശിക്ക് അങ്ങനെ പാർലമെന്ററി പാർട്ടിയുടെ ചുമതലകളൊന്നുമില്ല. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ ചുമതലയൊന്നും വേണ്ടല്ലോ. ചുമതല എന്തിനാണ്? പി ശശി പറയുന്ന അൻവർ കേട്ടു, അത് വിശ്വാസ്യതയുള്ള ഒരു കാര്യമാണെന്ന് അൻവറിനെ പറഞ്ഞ് ബോധിപ്പിച്ചു. പറയണമെന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, അതാണ് അൻവർ പറയുന്നത്. എന്തുകൊണ്ട് സഖാവ് പി ശശി ഇത്തരം ഒരു കാര്യം ചുമതലപ്പെടുത്തണം? ആദ്യം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി മാത്രമാണെന്നേ. വി ഡി സതീശിന്റെ വാക്കുകൾ താങ്കൾ ശ്രദ്ധിച്ചു കാണും. പി ശശിക്ക് മുകളിൽ ഒരാളുണ്ട്, അതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പോൾ പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം പി ശശിയിലൂടെ അൻവറിലേക്ക് എത്തുന്നു. അൻവർ നിയമസഭയിൽ വി ഡി സതീശനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. ഇത്രയല്ലേ ഉള്ളൂ. മഞ്ജുഷേ, CPM-നെ സംബന്ധിച്ചിടത്തോളം അങ്ങ് പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള ആരോപണങ്ങൾ സഭയ്ക്കുള്ളിലോ പുറത്തോ ഉന്നയിക്കേണ്ട സാഹചര്യം വന്നാൽ CPM-ന്റെ മുതിർന്ന നേതാക്കന്മാരെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാറുള്ളത്. അങ്ങനെ ഉന്നയിച്ച ആരോപണങ്ങൾ നിയമസഭയ്ക്കുള്ളിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ നിയമസഭയ്ക്ക് പുറത്ത് ഏറ്റെടുക്കുന്നതിനും CPM യാതൊരു മടിയും കാണിച്ചിട്ടില്ലെന്ന് കേരള രാഷ്ട്രീയം പഠിക്കുന്ന ആർക്കും മനസ്സിലാവും. അപ്പോൾ താങ്കൾ പറയുന്ന അൻവറിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വന്ന് ഈ ആരോപണം വി ഡി സതീശനെതിരെ ഉന്നയിച്ചു എന്നാണോ? അദ്ദേഹത്തിന്റെ ഭാവനാവിലാസത്തിൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തുക. അദ്ദേഹത്തിന്റെ മുൻകാല ചരിത്രം പരിശോധിക്കാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് എന്ത് വിശ്വാസ്യതയാണ് ഇന്ന് പൊതുസമൂഹത്തിനുള്ളത്? ആര് പറഞ്ഞാലും കേൾക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം ഇപ്പോൾ തന്നെ സ്വയം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, വി ആർ അനൂപ്, ഭാവനയിൽ നിന്ന് വന്ന കാര്യമാണ് PV അൻവർ വി ഡി സതീശിനെതിരെ ഉന്നയിച്ചത് എന്ന്. ഭാവനയിൽ നിന്ന് വന്ന കാര്യമാണെങ്കിൽ അന്ന് ഇടതുപക്ഷം അതിന് നിഷേധിച്ചിട്ടില്ലല്ലോ. അത് ആസ്വദിച്ച ആളുകളല്ലേ അവർ. ഇപ്പോൾ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് എങ്ങനെയാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയുക? അന്ന് അൻവർ അത് ഉന്നയിക്കുമ്പോൾ CPIM പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല അദ്ദേഹം. അങ്ങനെ ഭാവനയിൽ നിന്ന് എന്തും വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു അവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ടോ? അൻവറിന്റെ ഭാവന, അല്ലെങ്കിൽ അവിടെയുള്ള വേറൊരാൾക്ക് അയാളുടെ ഭാവന, അങ്ങനെ വ്യക്തിപരമായ ഭാവനകളുടെ ഒരു കൂട്ടമാണോ CPM-ന്റെ പാർലമെന്ററി പാർട്ടി എന്ന് പറയുന്നത്? എത്രമാത്രം അപഹാസ്യമാണ് ഹസ്കർ എന്ന് പറയുന്നത്. എങ്ങനെയാണെങ്കിൽ അന്ന് അതിന് നിഷേധിക്കണ്ടേ? CPIM അൻവറിന്റെ ഭാവനയാണെന്ന് അറിഞ്ഞുകൊണ്ട് അൻവറിന്റെ ഭാവനയ്ക്ക് അത് അഴിച്ചുവിട്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ യാഥാർത്ഥ്യമല്ല. ഇവിടെ അൻവർ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ഭരണ നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടിയാണ് എന്നുള്ള കാര്യം വ്യക്തമല്ലേ? അത് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി പല സന്ദർഭങ്ങളിലും പി ശശിയാണ് സംസാരിക്കുക. അത് ആരെങ്കിലും ആകട്ടെ, ഭാസ്കർ പറഞ്ഞത് മുഖവിലക്കെടുത്താൽ പാർലമെന്ററി പാർട്ടി നേതൃത്വമാണ് എന്ന് വെക്കുക. അൻവറിന്റെ ഭാവനയുടെ പുറത്ത് അതിപ്രധാനമായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ
അങ്ങനെ ഉന്നയിക്കേണ്ട എന്ന് ഇവിടുത്തെ ഇടതുപക്ഷം പറഞ്ഞിട്ടുണ്ടോ? ഉന്നയിച്ചതിന് ശേഷവും അതിന് ഡിസോൺ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അത് അംഗീകരിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അൻവർ അവിടെ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ അത് എക്സ് ഓർ വൈ അവിടുത്തെ ഭരണ നേതൃത്വത്തിന്റെ കൃത്യമായ അനുമതിയോടുകൂടിയാണ്. പിന്നെ എനിക്ക് മഞ്ജുഷിനോട് പറയാനുള്ള ഒരു കാര്യം, അത് ക്രെഡിബിൾ ആണെങ്കിൽ ഇത് ക്രെഡിബിൾ ആണോ, അത് ക്രെഡിബിൾ അല്ലെങ്കിൽ ഇത് ക്രെഡിബിൾ അല്ലാതിരിക്കില്ലേ എന്നുള്ള ചോദ്യം അപ്രസക്തമാണ്. കാരണം വി.ഡി. സതീശന്റെ കാര്യത്തിൽ അതൊരു അപസർപ്പകമായ കഥയാണ്. ചാവക്കാട് കടപ്പുറത്ത് മത്സ്യബന്ധന വള്ളങ്ങൾ വരുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഏതോ സിനിമാ കഥയെ അനുസ്മരിക്കുന്നതാണെങ്കിൽ RSSുമായി ബന്ധപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ കാലങ്ങളായി നിലനിൽക്കുന്നതാണ്. അവിടെ അജിത് കുമാറുണ്ട്, വസ്തുതകളുണ്ട്. CPM-നകത്തു നിന്ന് തന്നെ പലപ്പോഴും ഉന്നയിക്കപ്പെട്ട, എന്നാൽ CPM-നകത്തു നിന്ന് ആർക്കും ഉന്നയിക്കാൻ ധൈര്യമില്ലാത്ത ഒരു കാര്യം അൻവർ ഉന്നയിച്ചതാണ്. അൻവർ അത് ഉന്നയിക്കുന്നതിന് മുമ്പേ കേരളത്തിന്റെ പ്രതിപക്ഷം, കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ എത്രയോ തവണ ഉന്നയിക്കപ്പെട്ടതാണ്. കേരളത്തിലെ DGP-മാർ, ADGP അവരുടെയൊക്കെ നിയമനം എന്ന് പറയുന്നത് RSSനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണെന്നുള്ള ആരോപണം ആദ്യമായി ഉന്നയിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ആളല്ലല്ലോ അൻവർ. അപ്പോൾ താങ്കൾ ദയവ് ചെയ്ത് വി.ഡി. സതീശനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണത്തെയും ഈ RSS അനുകൂല നിലപാടിനെയും ഒരേ തുലാസിൽ താരതമ്യം ചെയ്യാൻ പാടില്ല. മറ്റേത് ഭാവനാ വിലാസമാണെന്ന് ഇവിടെ CPM സഹയാത്രികനായ ഹസ്കർ തന്നെ സമ്മതിച്ചെങ്കിൽ മറ്റ് ഈ പറയുന്ന RSSന്റെ അനുകൂല നയം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. ശരി, അത് ഹസ്കർ ഒരു കാര്യം കൂടി മറുപടി പറയണം. ഇത് ഒരു കൊട്ടാര വിപ്ലവം കൂടിയായിരുന്നു. CPM-ലെ ഒരു വിഭാഗം തന്നെയാണ് പിണറായിസത്തിനെതിരായിട്ട് അൻവറിനെ കൊണ്ട് ഈ കാര്യങ്ങൾ പറയിപ്പിച്ചത്. അതാണല്ലോ അൻവർ പറയുന്നത്. അതിൽ അൻവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അല്പം മുമ്പ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ തന്നെ കണ്ടുപിടിച്ച കുറേ കാര്യങ്ങൾ പാർട്ടിയിലെ ഒരു വിഭാഗത്തെ അറിയിച്ചു, അവർ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുന്നു, അങ്ങനെ അൻവർ അത് പറയുന്നു. പക്ഷെ പിന്നീട് അവർ ആ പിന്തുണ നൽകിയില്ല. മുഖ്യമന്ത്രി തിരിഞ്ഞല്ലോ. മുഖ്യമന്ത്രി ശക്തമായിട്ട് തന്നെ അൻവറിനെതിരെ പ്രതികരിച്ചതോടുകൂടി അവർ പിന്നെ അൻവർ വിളിച്ചാൽ ഫോൺ പോലും എടുക്കാതായി. ഇതാണ് അൻവറിന്റെ ന്യായം. മഞ്ജുഷ, CPM-ന്റെ സംഘടനാ സംവിധാനത്തെ കുറിച്ച് 10 കൊല്ലം CPM-നൊപ്പം നടന്നിട്ടും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല, തിരിച്ചറിയാനായിട്ടില്ല എന്നുള്ളത്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇത്രയും വിചിത്ര ജീവിയോ അതല്ലെങ്കിൽ ശൈശവ ദിശയിൽ കഴിയുന്ന ഒരു മനുഷ്യനായി മാത്രമേ പുത്തൻവീട്ടിൽ അൻവറിനെ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. CPM-ന്റെ സംഘടനാ സംവിധാനത്തിൽ ഏതെങ്കിലും ഒരു വിഷയം ഉന്നയിക്കപ്പെടണമെങ്കിൽ പുറത്തുനിന്ന് ആരെക്കൊണ്ടെങ്കിലും ഉന്നയിക്കുന്ന ശീലം CPM-നില്ല. CPM-ന്റെ ബ്രാഞ്ച് ഘടകം മുതൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ വരെ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച്, സമകാലിക വിഷയങ്ങളെ സംബന്ധിച്ചും രാഷ്ട്രീയ വിഷയങ്ങളും സംഘടനാ വിഷയങ്ങളെ സംബന്ധിച്ചും ചർച്ച ചെയ്യാറുണ്ട്. അത്തരം ചർച്ച ചെയ്യുന്നതിന് ആരെയും മുഖത്ത് നോക്കി ചർച്ച ചെയ്യുന്നതിന് ഭയമുള്ളതല്ല. നിങ്ങൾ മാധ്യമങ്ങൾ സാഗൂതം CPM-ന്റെ സംഘടനാ സമ്മേളനങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഏതെങ്കിലും ഒരു സംഘടനാ സമ്മേളനത്തിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തതായി നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് പോലും ചോർത്തിയെടുക്കാനായിട്ടില്ല. അതിന്റെ അർത്ഥം ഇതൊക്കെ ഭാവനാവിലാസത്തിൽ CPM-നുള്ളിൽ 2 ആശയധാരകൾ ഉണ്ടെന്നും CPM-നുള്ളിൽ ഏതോ തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ആരൊക്കെയോ തുനിയുന്നുണ്ടെന്നും ധ്വനി വരുത്തുന്ന തരത്തിലാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ശ്രീ MR അജിത് കുമാറിനെതിരെ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുള്ളതായി നമുക്ക് ബോധ്യപ്പെട്ടു? ഉദാഹരണത്തിന്, അദ്ദേഹത്തിന് ഒരു ഫ്ളാറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് 37 ലക്ഷം രൂപയ്ക്ക് വാങ്ങി ആ ഫ്ളാറ്റ് 62 ലക്ഷം രൂപയ്ക്ക് മറിച്ചു വിറ്റു എന്നാണ് അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം. ആ ആരോപണം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. ഒരു കൺസ്ട്രക്ഷൻ ടൈമിൽ ഒരു ഫ്ളാറ്റിന് ബുക്ക് ചെയ്യുകയും ആ ഫ്ളാറ്റിൽ EMI അടച്ച് ആ ഫ്ളാറ്റ് സ്വന്തമാക്കുകയും അതിന്റെ രജിസ്ട്രേഷൻ എപ്പോഴാണ് നടക്കുന്നത്? ആ കൺസ്ട്രക്ഷൻ കംപ്ലീഷൻ ആയതിനു ശേഷമാണ് ആ ഫ്ളാറ്റിന്റെ രജിസ്ട്രേഷൻ നടക്കുന്നത്. അതിനുശേഷം അദ്ദേഹം അത് വിറ്റു. ആ വിറ്റത് സംബന്ധിച്ച് മാത്രമാണ് അദ്ദേഹം ഇന്നലെ വാങ്ങിയ ഫ്ളാറ്റ് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം വിറ്റു എന്ന അർത്ഥത്തിൽ ആരോപണം ഉന്നയിക്കുന്നത്. കേരളത്തിലെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻസ് ബ്യൂറോ ഇക്കാര്യത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി പരിശോധിക്കുകയും ശ്രീ അൻവർ ഉന്നയിച്ച ആരോപണത്തിൽ കടമ്പില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അൻവറിന്റെ പ്രശ്നം എന്താ? അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഏതു വിധേനയും ഏതെങ്കിലും കൂടാരത്തിലെത്തണം. അതിന് വളരെ എളുപ്പത്തിൽ എത്താൻ കഴിയുന്നത് UDF-ന്റെ പാളയത്തിലാണ്. അതിന് ശ്രീ V.D. സതീശനെ സുഖിപ്പിക്കണം. അതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള സമസ്ത അപരാധവും ഏറ്റുപറഞ്ഞുകൊണ്ട് മാപ്പ് പറച്ചിൽ അദ്ദേഹം ഇന്ന് നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ഒരു രാഷ്ട്രീയത്തിൽ അദ്ദേഹം എന്തും ചെയ്യാൻ കഴിയുന്ന കഴിവുള്ള മനുഷ്യനാണെന്ന് അദ്ദേഹം സ്വയം അവകാശപ്പെടുന്ന ആളാണ്. ശരിയാണ്. ശ്രീ മോഹൻ വർഗീസ്, അദ്ദേഹം ഒരു രാഷ്ട്രീയ അഭയം തേടി തന്നെയാണല്ലോ ഈ മാപ്പപേക്ഷ നൽകിയിരിക്കുന്നത്, അല്ലെ? V.D. സതീശന് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. അതിനപ്പുറം അതിനകത്തൊന്നുമില്ല, അല്ലെ? പ്രായോഗിക വരാൻ വേണ്ടി അത് ശ്രീ മഞ്ജുഷ്, അത് പ്രായോഗിക രാഷ്ട്രീയം തന്നെയാണ്. ഇവിടെ നോക്കൂ, ശ്രീ PV അൻവർ എന്ന വ്യക്തി
തച്ചോളി ഉദയനൻ്റെ പിൻഗാമിയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ചേകവനെ സംബന്ധിച്ചിടത്തോളം ചേകവന് രാഷ്ട്രീയമില്ല. ചേകവൻ ഒരു രാജാവിന് വേണ്ടി അംഗം വെട്ടുന്നയാളാണ്. അല്ലാതെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അവിടെ കാര്യമില്ല. ഇവിടെ ഇപ്പം 2 രാജാക്കന്മാർ, മുൻകാലങ്ങളിലെ രാജാക്കന്മാർ അവർ നേരിട്ട് മത്സരിക്കുന്നതിന് പകരം, നേരിട്ട് പടവെട്ടുന്നതിന് പകരം അവരുടെ ചേകവരെ കൊണ്ട് പടവെട്ടിക്കുക അല്ലെങ്കിൽ അംഗം കുറിക്കുക. ഈ അംഗം LDF വേണ്ടി കുറിച്ചു. ആദ്യം UDF സ്വയം അംഗം കുറിച്ചു. പിന്നീട് UDF പാളയത്തിൽ അംഗം കുറിക്കാൻ താല്പര്യപ്പെട്ടു, സാധിച്ചില്ല. LDF വേണ്ടി ആദ്യം അംഗം കുറിച്ചു. അതിൽ കുറേയൊക്കെ വിജയങ്ങളും നേടി. പിന്നീട് LDF അല്ലെങ്കിൽ CPM ഒരു വിഭാഗം അദ്ദേഹത്തെ ചേകവരായി കണ്ടുകൊണ്ട് അദ്ദേഹത്തെ ഉപയോഗിച്ച് മറുവിഭാഗത്തെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചു എന്ന നിലപാടിലാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് അതിന് സ്വല്പം സാങ്കത്യമുണ്ട് താനും. പക്ഷേ ഇപ്പോഴിതാ അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി, UDF വേണ്ടി അംഗം കുറിക്കാനായി ഇറങ്ങിയിരിക്കുന്നു. അതിന് പൂർണ്ണമായ പച്ചക്കൊടി ലഭിച്ചിട്ടുമില്ല. അപ്പോഴും അദ്ദേഹം അംഗത്തട്ടിൽ തന്നെയാണ്. അപ്പൊ ചേകവർക്ക് എന്ത് രാഷ്ട്രീയം? അല്ല, നമ്മുടെ ഈ തൃണമൂൽ കോൺഗ്രസ് കൊണ്ട് അദ്ദേഹത്തിന് എന്ത് ഗുണമാണ് കിട്ടാൻ പോകുന്നത്? വ്യക്തമായ ഗുണമുണ്ട്. ഒരു UDF നേരിട്ടുള്ള പ്രവേശം സാധ്യമാകാതിരിക്കുമ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ 100 കോടി രൂപയുടെ കള്ളപ്പണം വന്നു എന്ന് പച്ചയായിട്ട് പറഞ്ഞൊരു മനുഷ്യനെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഈ ആരോപണം പിൻവലിക്കാതെ കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ UDF സഖ്യകക്ഷിയായിട്ടെങ്കിലും ക്ഷണിക്കാനാവുമെന്ന് കരുതാനാവില്ല. അദ്ദേഹത്തിന് ഒരുപക്ഷെ KPCC പ്രസിഡന്റ് K. സുധാകരൻ്റെ അനുഗ്രഹാശിത്തകൾ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതിനെക്കുറിച്ചും വ്യക്തമായി ഉറപ്പില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇല്ലത്തു നിന്ന് തിരിച്ചു, അമ്മ തൊട്ടെത്തിയിട്ടുമില്ല എന്ന നിലയിൽ നിൽക്കുന്ന PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം കയറിക്കിടക്കാനാവുന്ന ഏക ലാവണം UDF ആണ്. അവിടെ നേരിട്ടുള്ള പ്രവേശനം ബുദ്ധിമുട്ടായി വരുമ്പോൾ അൻവറിനെ എല്ലാവരും ഉപയോഗിക്കുകയാണ്. UDF ആണെങ്കിലും അൻവറിനെ പരമാവധി ഉപയോഗിക്കുന്നു. ഇടതുപക്ഷത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ കുന്തമുനയായിട്ട് അൻവറിനെ ഉപയോഗിക്കുകയും ഉപയോഗിച്ച് കഴിഞ്ഞ് തടയുകയും ചെയ്യാനാണെങ്കിൽ അതിന് വേറെ പണി നോക്കണമെന്നാണ് ശ്രീ അൻവർ പറയുന്നത്. അതുകൊണ്ട് ആദ്യം DMK വഴി നോക്കി. അത് ഒരു മുന്നണി ബന്ധത്തെ, ഇന്ത്യ മുന്നണിയിലെ നല്ല കൂട്ടുകാരായ ഘടകകക്ഷികളാണ് CPM ഉം DMK യും. അതുകൊണ്ട് ആ മോഹം നടന്നില്ല. DMK എന്ന പേരിൽ ഒരു മുന്നണിയല്ല, ഒരു സംവിധാനം ഉണ്ടാക്കി, ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള. അതും കാര്യമായി ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ മമതാ ബാനർജിയുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയുമായി നല്ല ബന്ധം പുലർത്തുന്ന അൻവർ ആ വഴിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കൽക്കട്ടയിൽ പോയത്. അദ്ദേഹം മദ്രാസിൽ പോയി വെറും കൈയോടെ, സ്റ്റാലിനെ കാണാതെ വെറും കൈയോടെ തിരിച്ചു വന്നു. പക്ഷേ ഇപ്രാവശ്യം കൽക്കത്തയിലെത്തി ദീദിയെ നേരിട്ട് കാണാൻ സാധിച്ചില്ല. ടെലിഫോണിക് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു ടെലികോം ഓഡിയൻസ് ഉണ്ടായി എന്ന് പറയുന്നു. പക്ഷേ അഭിഷേക് ബാനർജി ഒരു പരിധിവരെ മമതാ ബാനർജിയുമായി ചെറുതായി തെറ്റി നിൽക്കുകയാണ്. പക്ഷേ അവർ തമ്മിൽ ചില ഇരിപ്പ് വശങ്ങളുണ്ട്. അതനുസരിച്ച് ഒരു അർദ്ധാവസരം കിട്ടിയപ്പോൾ സ്വയം ഒരു മേലങ്കി എടുത്ത് അണിയുകയാണ്. എന്ത് തരത്തിലുള്ള ഉറപ്പാണ് തൃണമൂൽ കോൺഗ്രസ് അൻവറിന് കൊടുത്തത് എന്നത് ഇപ്പോൾ അജ്ഞാതമാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ നടന്ന ഡെവലപ്മെൻറ്റ്സ് ആണല്ലോ ഇതെല്ലാം. അജ്ഞാതമാണ്. അൻവറിൻ്റെ വാക്കുകൾ മാത്രമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ആകെ ഉണ്ടായ ഒരു പ്രസ് റിലീസ് എന്ന് പറയുന്നത് അൻവറിനെ തൃണമൂൽ കോൺഗ്രസ് ചേരാനുള്ള അനുവാദം കൊടുത്തു എന്ന രീതിയിൽ അവർ പറയുന്നു. പക്ഷേ രാജ്യസഭാ സീറ്റ് ഓഫർ ചെയ്തതായി തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. മത്സരിക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞതായി തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് പറയുന്നില്ല. അൻവറാണ് പറയുന്നത്, ഇതാ ഞാൻ മത്സരിക്കാനില്ല, ഒരുപക്ഷെ രാജ്യസഭാ സീറ്റിലേക്ക് പരിഗണിക്കപ്പെട്ടേക്കാം. ഇതെല്ലാം പറയുന്നത് അൻവറാണ്. അതായത് ആണ്ടി വലിയ അടികാരനാണെന്ന് പറയുന്നത് ആണ്ടി തന്നെയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തണലിലല്ലാതെ എന്തായാലും PV അൻവറിന് നിൽക്കക്കളിയില്ല. പണ്ടത്തെ പോലെയല്ല. പണ്ട് അദ്ദേഹം ഒറ്റയാൾ പോരാട്ടമൊക്കെ നടത്തിയിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒരു ക്രെഡിബിലിറ്റി ഫാക്ടർ അദ്ദേഹത്തിന് ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റയാൾ പോരാട്ടം സാധ്യമല്ല എന്ന് വ്യക്തമാണല്ലോ. അത് അദ്ദേഹത്തിനും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ DMK എന്നുള്ള പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് തൃണമൂലിലേക്ക് ചേക്കേറാനുള്ള ശ്രമം നടത്തിയത്. അതിലും ഒരു വ്യക്തത അദ്ദേഹം വരുത്തുന്നില്ല, അല്ലേ? ഇല്ല, അത് വ്യക്തത എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് നോക്കൂ, ബംഗാളിൻ്റെ ഒരു പ്രാദേശിക കക്ഷിയാണ് അദ്ദേഹം. ആ പാർട്ടിക്ക് ഓൾ ഇന്ത്യ പാർട്ടിയായി വളരാൻ മമതാ ബാനർജിക്ക് വലിയ ആഗ്രഹമുണ്ട്. പ്രധാനമന്ത്രിയാകാൻ ഒരു നാൾ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി കസേര മോഹിക്കുന്ന ശ്രീമതി മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ഒരു പാൻ ഇന്ത്യ പ്രസൻസ് ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗോവ തെരഞ്ഞെടുപ്പിൽ വലിയ തുക ചെലവഴിച്ചുകൊണ്ട് ഗോവ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ഏതാനും MLA-മാരെ സൃഷ്ടിക്കുകയും ചെയ്തു. അതുപോലെ ഗുജറാത്തിൽ മത്സരിച്ചു, ചെറിയ തോതിൽ വിജയങ്ങളുണ്ടായി. അതുകൊണ്ട് തീർച്ചയായിട്ടും മിസോറാമല്ലോ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ത്രിപുരയിലും ആസാമിലുമൊക്കെ തൃണമൂൽ കോൺഗ്രസിന് സാന്നിധ്യമുണ്ട്. അതോടൊപ്പം തെക്കൻ ഭാരതത്തിൻ്റെ കേരള, തമിഴ്നാട്, കർണാടക മേഖലയിൽ ഒരു പ്രാതിനിധ്യം ലഭിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു സമുന്നതനായ നേതാവ് സ്വല്പം വാർത്താ പ്രാധാന്യം ലഭിക്കുന്ന രീതിയിൽ കൂടെ ഉണ്ടാകണമെന്നത് മമതാ ബാനർജിയുടെ കൂടെ ആവശ്യമാണ്. അപ്പോൾ അൻവറിൻ്റെ ആവശ്യവും മമതാ ബാനർജിയുടെ ആവശ്യവും
ഇക്കാര്യത്തിൽ കൺവേർട്ട് ചെയ്തപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും അൻവറിന് ഒരു മേൽവിലാസം ഉണ്ടായിരിക്കുന്നു. ശരിയാണ്. അൻവർ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഈ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത് അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്ന കാര്യവും അത് വി.ഡി. സതീശന്റെ കാര്യത്തിലല്ല, CPM-ൽ അദ്ദേഹം ഈ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച കാര്യങ്ങൾ അതിനെക്കുറിച്ചും അദ്ദേഹം ഇന്ന് വിശദീകരണം നൽകുകയുണ്ടായി. അതിലേക്ക് ഞാൻ ഒരിക്കലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അതിലേക്ക് ഞാൻ ഒരിക്കലും ചേർത്ത് പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിന് ആ നിമിഷം വരെ അദ്ദേഹം എന്നെ തള്ളിപ്പറയുന്നത് വരെ ഞാൻ മനസ്സിലാക്കിയത് ഈ പി ശശിയുടെയും അജിത് കുമാറിന്റെയും കോക്കസിന്റെ അകത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കുടുങ്ങിക്കിടക്കുകയാണ്. അദ്ദേഹം ഇതുകൊണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ പ്രയാസങ്ങളുണ്ട്. ആ നിലക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ വിഷയത്തിൽ ഗൗരവമായൊരു ഇടപെടൽ നടത്തുമെന്നാണ് ഞാനും ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഒറ്റയടിക്ക് എന്നെ തള്ളിപ്പറയുകയും ഞാനാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് നടത്തുകയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഞാൻ നടത്തിയ പരാമർശം അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നാ പറഞ്ഞത്. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും. അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്നു. ADGP അജിത് കുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് ക്ലീൻ ഷീറ്റ് നൽകുകയായിരുന്നു ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം നൽകിയത്. അപ്പോഴാണ് എനിക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും പിന്നീടുള്ള എന്താ പറയാ എന്റെ അന്വേഷണവും കണക്കുകൂട്ടലുകളുമാണ് ഈ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലാണ് എന്നത്. മുഖ്യമന്ത്രി എന്നെ തള്ളിപ്പറയുകയും ഞാനതിനെ തിരിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തതോടുകൂടി എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന ഈ പറയുന്ന CPM-ന്റെ ലീഡർഷിപ്പ് പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാവാണ്. ആരാണോ എന്നെ ഇതിലേക്ക് നിയോഗിച്ചത് ആ ആളുകൾ പിന്നെ ഫോൺ എടുക്കാതാവുകയാണ്. ഞാൻ 2 ദിവസം ശ്രമിച്ചുള്ളൂ. 2ാമത്തെ ദിവസത്തോടു കൂടി ആ ഫോൺ വിളി ഞാൻ പരിപൂർണമായി നിർത്തി. കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്നും അവര് എന്താണ് ഉദ്ദേശിച്ചതെന്നും എനിക്ക് പരിപൂർണമായി ബോധ്യപ്പെടുകയാണ്. അവരുടെ ആവശ്യം ഇതൊരു പൊതു സമൂഹത്തിന്റെ ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് ആ ചർച്ച അങ്ങോട്ട് മുന്നോട്ട് പോയി പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ആ സമയത്ത് തന്നെയാണ്. ഈ ഘട്ടത്തിൽ നിങ്ങൾ പറയണം പാർട്ടി സമ്മേളനം ആരംഭിക്കുകയാണ്, ഇത് ഗ്രൗണ്ടിൽ നിന്നാണ് ഈ ചർച്ചകൾ ഉയർന്നു വരേണ്ടത്, അതുകൊണ്ട് ഇനി നീട്ടിക്കൊണ്ടുപോകരുത്, ഈ പാർട്ടിയെ നിലനിർത്താൻ അതല്ലാതെ മാർഗമില്ല എന്ന് പറഞ്ഞവരാരും പിന്നെ എന്റെ ഫോൺ എടുക്കില്ല. ഇതാണ് അൻവറിനെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. ആരാണോ ഇത് പറയുവാനായിട്ട് ഊർജം നൽകിയത് അവർ പക്ഷേ അപ്രത്യക്ഷരായി എന്നാണ് അൻവർ പറയുന്നത്. അതായത് മുഖ്യമന്ത്രി അതിൽ ശക്തമായി ഇടപെട്ടതോടെ. മഞ്ജുഷ, ഇതിൽ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇന്നിപ്പോ മുഖ്യമന്ത്രിയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇന്നലെ വരെ സൂര്യൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പിതൃതുല്യമായിട്ടുള്ള സ്ഥാനം നൽകി സംസാരിച്ചിരുന്ന ആളാണ് ഇന്നിപ്പോ ആ വാക്കുകൾ മാറ്റി പറയുന്ന. അൻവറിന്റെ വാക്കുകൾ യാതൊരു പ്രസക്തിയും കേരളീയ രാഷ്ട്രീയത്തിലില്ല, കേരളീയ പൊതുസമൂഹത്തിലില്ല. അദ്ദേഹം ഉന്നയിക്കുന്നത് അദ്ദേഹത്തിന് ഇപ്പോ പി ശശിക്കെതിരെ വൈരനിര്യാതന ബുദ്ധിയോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റമാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് വളരെ കൃത്യമായി കേരള സർക്കാരിൽ അദ്ദേഹത്തിന് അസാമാന്യ സാന്നിധ്യവും അദ്ദേഹത്തിന് അസാമാന്യ സ്വാധീനവും ഉണ്ടായിരുന്നു അൻവറിന്റെ ആ സ്വാധീന ശക്തി ഉപയോഗിച്ച് വഴിവിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സർക്കാരിൽ നടത്തിയെടുക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ അത് നടക്കാതെ വന്നതിലുള്ള മോഹഭംഗമാണ് ഇപ്പോൾ പി ശശിക്കെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അദ്ദേഹം ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇദ്ദേഹത്തിന് പറഞ്ഞ വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്ന ഏതെങ്കിലും സ്വഭാവം കഴിഞ്ഞ സെപ്റ്റംബറിന് ശേഷം അദ്ദേഹം നടത്തിയിട്ടുണ്ടോ? രാഹുൽ മാങ്കൂട്ടം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുകയും ആലത്തൂരിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണം എന്ന് പത്രസമ്മേളനം വിളിച്ച് ആവശ്യപ്പെട്ട ആളാണ്. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന് നിർവ്യാജ പിന്തുണ നൽകുകയും അദ്ദേഹം ആലത്തൂരിൽ അദ്ദേഹം നിർത്തിയ സ്ഥാനാർത്ഥിക്ക് എന്തു സംഭവിച്ചു എന്നൊക്കെ നാം കണ്ടതാണ്. അപ്പോൾ അദ്ദേഹം കേരളത്തിൽ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ വില കുറഞ്ഞ തരംതാണ രാഷ്ട്രീയ ഗിമിക്കുകളുമായി അദ്ദേഹം ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതായിരുന്നില്ല ശ്രീ അൻവറിൽ നിന്ന് കേരള രാഷ്ട്രീയം. അദ്ദേഹം ഒരു ഒത്ത രാഷ്ട്രീയ നേതാവായിരുന്നുവെങ്കിൽ അദ്ദേഹം കേരള രാഷ്ട്രീയത്തെ അടുത്തറിഞ്ഞ് കേരള രാഷ്ട്രീയത്തെ പഠിച്ചിരുന്നു എങ്കിൽ ഇങ്ങനെയായിരുന്നില്ല അദ്ദേഹം പെരുമാറേണ്ടിയിരുന്നത്. അദ്ദേഹത്തിന് പറ്റിയ ലാവണം മുസ്ലിം ലീഗ് ആയിരുന്നു എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. മുസ്ലിം ലീഗിൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ലീഗിന് താല്പര്യമുണ്ടെങ്കിൽ പോലും ലീഗിനുള്ളിൽ അദ്ദേഹത്തെ നിർത്തുന്നതിന് കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്കോ നേതാക്കന്മാർക്കോ താല്പര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഒരു ഘടകകക്ഷിയായി UDF-ൽ കടന്നുകൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുള്ളത്. അദ്ദേഹം
ഈ കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തമാകുന്ന സാഹചര്യമാണ് വരാൻ പോകുന്ന മണിക്കൂറുകൾ അല്ലെങ്കിൽ വരാൻ പോകുന്ന ശരി, ശ്രീ വി ആർ അനൂപ്, അത് ഈ സി കാണാൻ പി എം കഴിയുന്നത്. ഇതുവരെ പറയുന്നത് ശരിയുമാണല്ലോ. ഈ അൻവർ പോയത് കൊണ്ട് സി പി എമ്മിന് യാതൊരു ക്ഷീണവും സംഭവിച്ചിട്ടില്ല. പാലക്കാട് പ്രത്യേക ഒരു എഫക്റ്റ് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ചേലക്കരയിൽ എന്തെങ്കിലും ഒരു അൻവറിന്റെ സ്വാധീനം അതും ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇതുവരെ സി പി എം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. അൻവർ പോയത് കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല LDF-ന് എന്ന്. അപ്പോൾ ഇപ്പോൾ തന്നെ ഹസ്കർ പറയുന്നു ലീഗായിരിക്കും അൻവറിന് പറ്റിയ പാർട്ടി എന്ന്. ലീഗിന് നേതാക്കൾക്ക് എതിർപ്പില്ല. പല നേതാക്കളും അൻവറിനോട് ഇപ്പോൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു വിമർശനവും CPM-നും LDF-നും ഉന്നയിക്കുവാൻ കഴിയും ഈ ഘട്ടത്തിൽ. നിങ്ങളുടെ മുന്നിൽ വന്ന് വാതിലിൽ മുട്ടി വിളിക്കുമ്പോൾ വാതിൽ അടച്ചിട്ടില്ല എന്ന് പറയുന്നു, എന്നാൽ വാതിൽ തുറന്നിട്ടുണ്ടോ? അതുമില്ല. ഇതാണിപ്പോൾ സതീശിൻ്റെ ഒരു നിലപാട്. ഇവിടെ ഹസ്കർ നടത്തിയ വെളിപ്പെടുത്തലിന് ഒരു ഗുരുതരമായ സ്വഭാവമുണ്ട്. അദ്ദേഹം പറഞ്ഞ എന്താ, അൻവർ പിണറായി വിജയന്റെ ഭരണത്തിൽ വലിയ സ്വാധീനമുള്ള ഒരാളായിരുന്നു. അൻവറിന് അവിഹിതമായ താല്പര്യങ്ങളുണ്ട്. ആ അവിഹിതമായ താല്പര്യങ്ങൾ നടക്കാതായപ്പോഴാണ് അൻവർ CPM-യുമായി കലഹിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? അൻവറിന്റെ അവിഹിതമായ താല്പര്യങ്ങൾ ഈ ഭരണത്തിൽ അദ്ദേഹം കലഹിക്കുന്നത് വരെ നടന്നിരുന്നു എന്നല്ലേ? ഇത് സ്വയം ഒരു കുറ്റസമ്മതമല്ലേ? CPM കൃത്യമായി മറുപടി പറയേണ്ട ഒരു വിഷയമാണ് ഹസ്കർ പറഞ്ഞത്. ഹസ്കർ പറയണം, അൻവറിന്റെ ഏതൊക്കെ അവിഹിതമായ താല്പര്യങ്ങളുടെ പൂർത്തീകരണമാണ് CPM നടത്തിയത്. ഇതാണോ CPM-ന്റെ രീതി? CPM ഇങ്ങനെ അവിഹിതമായ താല്പര്യങ്ങൾ ഈ ഭരണത്തിൽ നടത്തുന്നുണ്ടോ എന്ന്. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താ, CPM-ന്റെ സംഘടനാപരമായ രീതി അറിയാത്ത ആളാണ് അൻവർ. അതുകൊണ്ടാണ് ആരോപണം ഉന്നയിക്കുന്നത്. CPM-ന്റെ സംഘടനാപരമായ രീതി അനുസരിച്ചാണോ ഇപ്പോൾ ആ പാർട്ടിയിൽ കാര്യങ്ങൾ നടക്കുന്നത്? അതറിയാത്ത ആളാണോ ഹസ്കർ? ഇവിടെ എത്ര പാർട്ടി സംഘടനാ ശരീരത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് സംഘടനാപരമായ മൂല്യബോധമില്ലാതെ സംഘടനാപരമായ ചർച്ചകളില്ലാതെ എത്ര തീരുമാനങ്ങൾ CPM-നകത്ത് ഈ ഭരണത്തിനകത്ത് പിണറായി വിജയൻ അതിന്റെ ഭാഗമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പോലൊരു കാര്യം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. P. ജയരാജൻ വ്യക്തിപരമായി ആരോപണം ഉന്നയിച്ച ഒരു മുൻ ജഡ്ജിയെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് നിയോഗിച്ചിരിക്കുകയാണ്. ഇവിടെ RSS-ഉമായുള്ള നീക്കുപോക്കുകൾ, RSS-ഉമായുള്ള അവിഹിത ബന്ധം എന്നൊക്കെ പറയുന്നത് ആരെ സംരക്ഷിക്കാനാണ്? ആരുടെ വ്യക്തി താല്പര്യം സംരക്ഷിക്കാനാണ്? ആരുടെ കുടുംബ താല്പര്യം സംരക്ഷിക്കാനാണ്? ആരുടെ മകളെ സംരക്ഷിക്കാനാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? ഇവിടെ ഒരു ഗുണമുണ്ട്. ഇപ്പോൾ അൻവർ നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ അൻവർ വന്ന് കുറച്ചു നേരം ഇരുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന VS ജോയിയുടെ കാര്യം, നിലമ്പൂരിൽ ജോയിയെ മത്സരിപ്പിക്കണം, ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കരുത്, അങ്ങനെ പറഞ്ഞത് ഒരു അപേക്ഷയായിട്ട് പറഞ്ഞതാണെന്നാണ്. അതായത് അൻവർ താണുകേൺ അപേക്ഷിക്കുകയാണ് UDF-ന്റെ മുന്നിൽ, എന്നെ ഒന്ന് എടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. അല്ല, തൃണമൂലൊക്കെ വേറെ കാര്യം. അൻവറിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അൻവർ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ തന്നെ അതൊരു റിക്വസ്റ്റ് ഡിമാൻഡ് എന്നാണ് പറഞ്ഞത്. അതൊരു കണ്ടീഷൻ അല്ല. അൻവർ പറഞ്ഞത് എനിക്ക് അങ്ങനെ അൻവറിനത് പറയാമല്ലോ, ആർക്കും പറയാമല്ലോ. പക്ഷെ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ആണ്, UDF ആണ് എന്ന് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആധികാരികമായ ആൾക്കാർ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വ്യക്തമാക്കി കഴിഞ്ഞതാണല്ലോ. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ, അൻവർ ആ സംവിധാനത്തിന്റെ ഭാഗമായിരുന്ന ആളാണ്. അൻവർ ഇടതുമുന്നണിയുടെ ഭാഗമായിരുന്ന ആളാണ്. ഇവിടുത്തെ സൈബർ CPM-കാരുടെ ഹീറോ ആയിരുന്ന ആളാണ്. അൻവർ എപ്പോഴാണ് അവിഹിതമായ താല്പര്യങ്ങളുള്ള ആളായി ഇവർക്കൊക്കെ തോന്നുന്നത്? അത് എപ്പോഴാണ് തോന്നിയത് എന്ന് വെച്ചാൽ സർക്കാരിനെതിരെ അൻവർ തിരിഞ്ഞ സമയത്താണ് തോന്നിയത്. അതുവരെ ഓക്കെ ആയിരുന്നു അൻവറിന്റെ കാര്യത്തിൽ. അതാണ് ആ വിഷയങ്ങളുടെ മെറിറ്റ് അവിടെ കിടക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് BN ഹസ്കർ, മെറിറ്റ് ഉള്ളതാണ് സർക്കാരിനെതിരെ ഉന്നയിച്ച കാര്യങ്ങൾ. ഇതിൽ കാണേണ്ടത്, അൻവർ ഒരു MLA എന്ന നിലയിൽ, ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന MLA എന്ന നിലയിൽ അദ്ദേഹത്തിന് സർക്കാരിൽ നിശ്ചയമായും സ്വാധീനം ഉണ്ടാകും. സ്വാഭാവികമായും ആ സ്വാധീനങ്ങൾ വഴിവിട്ട തലത്തിലേക്ക് അദ്ദേഹം കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നുള്ള ഘട്ടത്തിലാണ് ഇരിക്കാം ഒരുപക്ഷെ സഖാവ് P. ശശിയോട് അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായിട്ടുള്ളതിനപ്പുറം വ്യക്തിപരമായ വിരോധമുണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ സഖാവ് P. ശശിക്കെതിരെ എന്ത് മ്ലേച്ഛവും നീചകരവുമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് അദ്ദേഹത്തിന്റെ നാക്കിന് എല്ലില്ല എന്നുള്ളതിന്റെ ഒരൊറ്റ അഡ്വാൻറ്റേജിൽ അദ്ദേഹം ഇങ്ങനെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾ കരുതിയിരുന്നുള്ളൂ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലും അദ്ദേഹം പൊതുസമൂഹത്തിന് മുമ്പിലും അദ്ദേഹം ഏറ്റവും അപഹാസ്യനായിക്കൊണ്ടിരിക്കുന്ന ആരോപണമാണ് ഇന്ന് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. കാരണം നമുക്ക് ശ്രീ VD സതീശൻ പോലും അത് വിശ്വസിക്കില്ല.
കാരണം പി ശശി പറഞ്ഞ് എഴുതി കൊടുത്തതാണ് അദ്ദേഹം നിയമസഭയിൽ ഉന്നയിച്ചതെന്ന് പാർലമെന്ററി പാർട്ടി രംഗത്ത് നിശ്ചയമായും ഇത്ര വർഷത്തെ അനുഭവ പാരമ്പര്യമുള്ള ശ്രീ വി ഡി സതീശൻ പോലും അദ്ദേഹം പറഞ്ഞ സമസ്താപരാധം ഏറ്റുപറഞ്ഞുള്ള മാപ്പ് പറച്ചിൽ കേട്ടിട്ട് അദ്ദേഹം പൊട്ടിച്ചിരിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം പിണറായി വിജയനാണ് ആ നിർദ്ദേശം ശശിക്ക് നൽകിയത് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ ഭാവനാവിലാസമാണല്ലോ. പി ശശി പിണറായി വിജയൻ ഒരു കാര്യം നിയമസഭയിൽ പറയണമെങ്കിൽ അദ്ദേഹം നിയമസഭയിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. തന്റെ 27ാമത്തെ വയസ്സിൽ നിയമസഭയിലെത്തി അടിയന്തരാവസ്ഥയെ തുടർന്ന് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള പ്രസംഗം മാത്രം മതി. ആരാണ് പിണറായി വിജയൻ എന്ന് നിയമസഭാ രേഖകൾ പരിശോധിച്ച വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ, അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള നിയമസഭയ്ക്കുള്ളിൽ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ നിയമസഭാ രേഖകൾ പരിശോധിച്ച കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോ അതിന് CPM അൻവറിന്റെ സഹായം ആവശ്യമില്ലെന്നേ. അൻവറിനെ കൊണ്ട് ഈ ഏതെങ്കിലും ഒരു ആരോപണം, അഴിമതി സംബന്ധിച്ച ഒരു വിവരം നിയമസഭയ്ക്കുള്ളിൽ വെക്കണമെങ്കിൽ CPM തലമുതിർന്ന നേതാക്കന്മാർ നിയമസഭയിലുണ്ട്. അൻവറിനേക്കാൾ വളരെ കൃത്യമായും ഭംഗിയായും നിമിഷ നേരം കൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന വാക്ചാതുരിയുള്ള നേതാക്കന്മാർ നിയമസഭയ്ക്കുള്ളിലുണ്ട്. നിയമസഭാ സാമാജികരായി CPM-നുണ്ട്. അപ്പോ അൻവറിനെ പോലുള്ള ഒരാളെ കൊണ്ട് ഇത് ഉന്നയിപ്പിക്കുക എന്ന് പറയുന്നതിനും അതും സഖാവ് പി ശശി പറഞ്ഞുകൊടുത്ത് എഴുതി കൊടുത്തത് പറയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് കേരളീയ പൊതുസമൂഹം, രാഷ്ട്രീയം അറിയുന്ന ആളുകൾ വിശ്വസിക്കില്ല. നന്ദി. അഡ്വക്കേറ്റ് BN ഹസ്കർ, ശ്രീ VR അനൂപ്, ശ്രീ മോഹൻ വർഗീസ്, ശ്രീ കൃഷ്ണദാസ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: അൻവറിന് UDF അഭയം നൽകണോ? വേണമെന്ന് 56% പ്രേക്ഷകർ, വേണ്ട എന്ന് 37%. ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.